السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, ഒന്നാമതായി എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ നമ്മുടെ സമയം 9 മണിയായിരുന്നു, 15 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് സ്ഥലത്തിനെ പറ്റി വലിയ ധാരണയില്ല, അതുകൊണ്ടാണ്. ക്ഷമിക്കണം. ഒരാളുകളുടെ സമയവും ഏറ്റവും വിലപ്പെട്ടതാണ്. അവർ പല കാര്യങ്ങളും മാറ്റി വെച്ച് വരുന്നതാണല്ലോ, അതുകൊണ്ട് ക്ഷമിക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കണം, എത്രയോ ആളുകൾ നമ്മളിവിടെ അള്ളാഹുവിന്റെ മസ്ജിദിൽ ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുമ്പോൾ അവർ പല ശിർക്കിയാത്തുകളും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് പോലെയുള്ള ഇബാദത്തുകൾ ചെയ്ത് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ് ഇതുപോലെ ദീൻ പഠിക്കാൻ സാധിക്കുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, നമ്മളെല്ലാവരും അത് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന മൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബി ഇഫ്തറഖു അലാ 72 മില്ലാഹ്. അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ, അവർ നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ സമുദായമായ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ 72 വിഭാഗമായി ഭിന്നിച്ചിട്ടുണ്ട്. 72 വിഭാഗമായി ഭിന്നിച്ചിട്ടുണ്ട്. وإن هذه الملة ستفترق على 73 മില്ല. ഈ മില്ലത്ത് അഥവാ മുസ്ലിമീങ്ങൾ 73 വിഭാഗമായി ഭിന്നിക്കുമെന്ന് ആരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, ആരാണ് അല്ലാഹുവിന്റെ റസൂൽ? റഹ്മത്തുൽ ലിൽ ആലമീൻ, ജനങ്ങളോട് അങ്ങേയറ്റം കരുണയുള്ളയാളാണ്. അല്ലെ, നമ്മളുടെ നാട്ടിൽ തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അവിടുന്ന് പറയാണ്, സിദ്ദാനി വസ്ദഊന ഫിന്നാർ. അതിൽ 72 വിഭാഗവും എവിടെയായിരിക്കും? നരകത്തിലായിരിക്കും. വവാഹിദത്തുൻ ഫിൽ ജന്ന. അതിൽ ഒരേ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോ ഈ ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലരെങ്കിലും ചോദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൽ ഇത്രയും ഭിന്നത, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭിന്നിച്ചു പോകുന്നത് എന്ന് ചില ആളുകളെങ്കിലും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അല്ലാഹുവിന്റെ ഖദറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച കാര്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് റസൂലിന്റെ മുഅ്ജിസത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുമ്പോൾ സഹാബികൾക്കിടയിൽ ഭിന്നത ഉണ്ടോ? ഒരിക്കലുമില്ല. അവരെല്ലാവരും എങ്ങനെയുള്ളത്? ഒരൊറ്റ ശരീരം പോലെയാണ്. അവർക്കിടയിൽ ഭിന്നതയില്ല. എന്തെങ്കിലും പ്രയാസങ്ങളും അതുപോലെ തന്നെ ഭിന്നതയും വരികയാണെങ്കിൽ അവർ ഉടനെ തന്നെ എങ്ങോട്ടേക്ക് മടങ്ങും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മടങ്ങും. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുമ്പോൾ സഹാബത്ത് ഒറ്റക്കെട്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ ദീൻ അത് ഹക്കാണെന്നുള്ളത്. കാരണം റസൂൽ ഇത് പറയുമ്പോൾ സഹാബിമാർ ഏതവസ്ഥയിലാണ്? ഒറ്റക്കെട്ടാണ്. ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ എത്ര വിഭാഗമാണ് മുസ്ലിം ഉമ്മത്ത്? ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. ഇതുപോലെ പല സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് മസീഹുദ് ദജ്ജാലിനെ പറ്റി പറയുന്ന ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, അല്ലെ? എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യും? മസീഹുദ് ദജ്ജാൽ സഞ്ചരിക്കും. എല്ലാ സ്ഥലങ്ങളിലും. ഏത് സ്ഥലങ്ങൾ ഒഴികെ? മക്കയും മദീനയും ഒഴികെ. അവിടെ എന്താണ്? മസീഹുദ് ദജ്ജാൽ പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഊരി പിടിച്ച വാളുമായി മലായികത്തുകൾ കാവലുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ പറയാനുള്ള കാരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മസീഹുദ് ദജ്ജാൽ മദീനക്ക് പുറത്ത്, ഹറമിന്റെ പുറത്ത്, ബോർഡറിന്റെ പുറത്ത് നിന്നുകൊണ്ട് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നതാണ്. ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് പറയും? ആലോചിച്ച് നോക്കണം. ഇത് റസൂൽ ഏത് സമയത്താണ് പറയുന്നത് ചിന്തിക്കണം. അഥവാ മദീനത്ത് പുറത്ത് നിന്നുകൊണ്ട് മസീഹുദ് ദജ്ജാൽ എന്ത് പറയുന്നതാണ്?
ആരുടേതാണ് ഈ വെള്ള കൊട്ടാരം എന്ന് പറയുമെന്നാണ്. ആലോചിച്ച് നോക്കുക, സഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ മസ്ജിദ് നബവി ഏതവസ്ഥയിലാണ്? ഏകദേശം ഇതുപോലെ ആയിരിക്കാം. ചെറിയ മസ്ജിദാണ്, ചെറിയൊരു മസ്ജിദാണ്. ഒരു സഹാബി എഴുന്നേറ്റ് നിന്നാൽ അവരുടെ തല ഇവിടെ തട്ടും, മുകൾ ഭാഗത്തേക്ക് തട്ടും. ഈ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മസീഹ് ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ആരുടേതാണ് ഈ വെള്ള കൊട്ടാരം എന്ന് പറയുന്നതാണ്. ഇനി എല്ലാവരും ആലോചിച്ചു, ഇപ്പോൾ മസ്ജിദ് നബവി ഏതവസ്ഥയിലാണുള്ളത്? ആ വെള്ള കൊട്ടാരം പോലെ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അന്ന് പറയുമ്പോൾ സഹാബത്ത് ആരും ഇത് മറുപടി പറഞ്ഞിട്ടില്ല. റസൂൽ ഈ ചെറിയ കുടിലിനെ മസീഹ് ദജ്ജാൽ കൊട്ടാരം എന്ന് പറയൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹാബത്തിന്റെ നിലപാട് എന്തെന്നാൽ സമിഅനാ വഅതഅനാ, കേൾക്കുക അനുസരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം അവർ ഹഖിൽ അടിയുറച്ചു നിൽക്കുക തന്നെ ചെയ്യും. ലാ യഖറുഹും മൻ ഖദലഹും, അവരെ ചതിക്കുന്ന ആളുകൾക്കൊന്നും അവരെന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു ഉപദ്രവം വരുത്താൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ തീവ്രവാദികളെന്ന് വിളിക്കും, അതുപോലെ തന്നെ പള്ളിക്ക് മൂലയിൽ ഒതുങ്ങിക്കൂടുന്നവരെന്ന് വിളി കേൾക്കേണ്ടവരും, ആളുകളുമായി ഇടപഴകാത്ത, അതൊക്കെ കളവാണ്, അത് വേറെ സംഭവം. ആളുകളുമായി ഇടപഴകുന്നില്ല, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും കേൾക്കേണ്ടി വരും. പക്ഷേ അവരെ ഒരാൾക്ക് പോലും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. ഹത്താ യഅതിയ അംറുല്ലാഹ്, അഥവാ ഖിയാമത്ത് നാള് സംഭവിക്കുന്നത് വരെ. വഹും കദാലിക്, മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, വഹും കദാലിക്, അവർ ആ അവസ്ഥയിൽ തന്നെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്തായാലും ഭിന്നിപ്പുണ്ടാകുമെന്ന കാര്യം. ആളുകൾ പറയുന്നത് കേൾക്കാൻ സാധിക്കും. നമുക്ക് എന്താണത്? എല്ലാ സംഘടനകളും പറയുന്ന കാര്യം എന്താണ്? നമ്മളാണ് ഹഖിന്റെ ആളുകൾ, നമ്മളാണ് സത്യത്തിന്റെ ആളുകൾ എന്നാണ് എല്ലാ ആളുകളും പറയുന്നത്. അപ്പോൾ ചില ആളുകളിൽ ചോദിക്കുന്നതായി കേൾക്കാൻ സാധിക്കും, എങ്ങനെയാണ് നമ്മൾ സത്യത്തിനെ മനസ്സിലാക്കുക? എന്താണ് അതിനുള്ള പരിഹാരം? അത് സത്യസന്ധമായ ചോദ്യമായിരിക്കാം. അതല്ല എങ്കിൽ ചില ആളുകൾ ദീനിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അവർക്ക് പല ഹറാമുകളും ചെയ്യണം, ദുനിയാവിന്റെ വളവളപ്പിൽ അവർക്ക് അങ്ങനെ ആസ്വദിക്കണം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതെന്താണ് പരിഹാരം? അതല്ലാതെ സത്യസന്ധമായി ചോദിക്കുന്ന ആളുകളുമുണ്ട്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരിക്കലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞ് അവിടുന്ന് നമ്മളെ വിട്ടേച്ചു പോയിട്ടില്ല. അവിടുന്ന് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മഹാനായ സഹാബി ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു നിസ്കാരത്തിന് ശേഷം നമ്മളിലേക്ക് തിരിഞ്ഞുകൊണ്ട് വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇദതൻ ബലീഗ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരത്തിന് ശേഷം നമ്മളോട് വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം പ്രസംഗിച്ചു. അത് കേട്ടപ്പോൾ വജിലത് മിൻഹൽ ഖുലൂബ്, നമ്മുടെ ഹൃദയം കിടുകിട വിറക്കാൻ തുടങ്ങി. സഹാബിമാർ പറയാണ്, നമ്മുടെ ഹൃദയം കിടുകിട വിറക്കാൻ തുടങ്ങി. വദറഫത് മിൻഹൽ ഉയൂൻ, നമ്മുടെ കണ്ണിൽ നിന്ന് ഇതാ തോരാതെ കണ്ണുനീരിങ്ങനെ വരാൻ തുടങ്ങി. ഫഖുൽനാ യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദതു മുവദ്ദിഇ ഫഔസിനാ, എല്ലോ റസൂലേ, ഇത് വിടവാങ്ങി പോകുന്ന ഒരാളുടെ പ്രസംഗം പോലെ ഉണ്ടല്ലോ, അതിനാൽ റസൂലേ നമുക്ക് ചില ഉപദേശം തന്നാൽ. ഇത് സഹാബിമാരുടെ ഒരു മര്യാദയാണ്. അഥവാ ആരെങ്കിലും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? നസീഹത്ത് ചോദിക്കും. അതല്ല എങ്കിൽ അവരെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവരങ്ങോട്ടേക്ക് നസീഹത്ത് കൊടുക്കും. ഇത് നല്ലൊരു മര്യാദയാണ്. കാരണം ഒരാൾ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല. അതുകൊണ്ട് തന്നെ അവസാനം കൊടുക്കുന്ന നസീഹത്തുകൾക്ക് എന്തുണ്ടാകും? നല്ല പവർ ഉണ്ടാവുന്നതാണ്. അഥവാ അവർ അവസാനം എന്നോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ സാധിക്കും. എന്നിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ പറഞ്ഞ, റസൂലേ, അങ്ങൊരു വസിയത്ത് തന്നാലും. റസൂൽ പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, എല്ലാ നന്മയുടെയും അടിസ്ഥാനമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത്. എന്താണത്? തഖ്വല്ലാഹ്, അല്ലാഹുവിനെ ചെയ്യുക, ഉറപ്രകാരം സൂക്ഷിക്കുക. ആളുകൾ ഉണ്ടായാലും ശരി, ആരുമില്ലാത്ത അവസ്ഥയിലായാലും ശരി, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലെ സഹോദരങ്ങളെ? ആളുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്, അല്ലെ? ഒരാൾ നമ്മുടെ മുന്നിലുണ്ട്, അങ്ങനെയെങ്കിൽ നമ്മൾ ആരും തിന്മയൂല. കാരണം എന്താ? അയാൾ കണ്ടാൽ മോശമല്ലേ,
എന്ന രൂപത്തിലായിരിക്കും. എന്നാൽ ആരുമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഒരുവൻ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അതല്ല എങ്കിൽ അതൊരു തരത്തിലുള്ള നിഫാഖാണ്. അഥവാ ആളുകൾക്ക് മുന്നിൽ മാന്യനാണ്, താടിയുണ്ട്, വലിയ വസ്ത്രം ധരിക്കുന്നുണ്ട്, പക്ഷെ അവനും അവന്റെ റബ്ബുമായി കഴിഞ്ഞാൽ അവൻ തിന്മയിലേക്ക് കൂപ്പുകുത്തുകയാണെങ്കിൽ അതൊരു തരത്തിലുള്ള നിഫാഖാണ്. ആളുകൾക്ക് മുന്നിൽ പ്രകടനപരതയായി പലതും ചെയ്യുക എന്നുള്ളത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത് എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അലൈക ബിസ്സമഇ വത്വാഅ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭരണാധികാരികളെ അനുസരിക്കണം. നിങ്ങൾ അനുസരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇനിയാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടുന്ന് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു മൻ യഈശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എനിക്ക് ശേഷം, എന്റെ മരണശേഷം ആരാണോ ജീവിക്കുന്നത് അവൻ ധാരാളം, റസൂൽ പറഞ്ഞതാണ്, ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യും. അതാണ് ഈ ഉമ്മത്തിൽ നടക്കാൻ പോകുന്ന രോഗം. അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇതാണ് രോഗം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുള്ള മരുന്ന് നമ്മളോട് പറയണം. എന്താണത്? ഫഅലൈക്കും ബിസുന്നതി. നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ മാത്രം പോരാ. ഇനി എന്റെ സഹാബത്തിന്റെ മാർഗ്ഗം സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എനിക്ക് ശേഷം വന്ന 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗ്ഗം അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, അലി ബിൻ അബി ത്വാലിബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഇവരുടെ മാർഗ്ഗം നിങ്ങൾ മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ മാത്രം മതിയോ? തമസ്സകൂ ബിഹാ വഅംദു അലൈഹാ ബിന്നവാജിദ്. നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തടിച്ചു പിടിക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം പല ഭിന്നിപ്പും വരുമ്പോൾ നമ്മൾ പിടിച്ചു വെക്കേണ്ടത് എന്താണ്? അവരുടെ മാർഗത്തിനെയാണ്. എന്തായാലും അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ബിദ്അത്തുകളെ പറ്റി പറഞ്ഞു. നോക്കൂ, സുന്നത്തിനെ മുറുകെ പിടിച്ചതിന് അല്ലെങ്കിൽ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞതിന് തൊട്ടുടനെ പറയാണ് വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. നിങ്ങൾ എന്ത് ചെയ്യണം? ബിദ്അത്തിനെ കരുതിയിരിക്കണം. എന്നിട്ട് പറഞ്ഞു ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തുകളും ദീനിൽ പുതുതായി ഉണ്ടാക്കിയ ഏത് കാര്യമുണ്ടോ അതൊക്കെ തന്നെ എന്താണ്? അതൊക്കെ തന്നെ എന്താണ്? ളലാലത്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. നോക്കൂ സഹോദരങ്ങളെ, രണ്ടാമത്തെ ഹദീസാണ്. റസൂൽ പറഞ്ഞതാണ്. നമുക്ക് രോഗവും രോഗശമനവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നു. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തൻ ബിയദിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നമുക്കൊരു വര വരച്ചു തന്നു. അവിടുത്തെ കരം കൊണ്ട് ഒരു വര വരച്ചു തന്നു. സുമ്മ ഖാൽ ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ. ഇതാണ് അല്ലാഹുവിന്റെ മുസ്തഖീമായ നേരായ മാർഗ്ഗം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തു. വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ധാരാളം വരകൾ ഇങ്ങനെ വരച്ചു. നേരെ ഒരു വര, പിന്നീട് ധാരാളം വരകൾ ഇടതും വലതും വരച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഹാദിഹി സുബുൽ. ഇതാണ് വഴികൾ, അഥവാ ഇതാണ് മറ്റ് പിഴച്ചുപോയ മാർഗങ്ങൾ. എന്നിട്ട് പറയണ ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്താനുൻ യദ്ഉ ഇലൈഹി. ഈ ഓരോ മാർഗത്തിലും ആരുണ്ട്? ഒരു ശൈത്താനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് ഓരോ മാർഗത്തിലും ഓരോ പിഴച്ച ആളുകളുടെ കൂട്ടത്തിലും ഒരു ശൈത്താനുണ്ട്. യദ്ഉ ഇലൈഹി, ആ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ശൈത്താൻ. എന്നിട്ട് റസൂൽ ഈ ആയത്ത് പാരായണം ചെയ്തതാണ്. ഏതാണ് ആയത്ത്? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. ഇതാണ് എന്റെ നേരായ മാർഗം, അത് നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പിഴച്ചുപോയ മാർഗങ്ങളെ പിന്തുടരാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലിഹി. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ഭിന്നിപ്പിച്ച് കളയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഭിന്നിപ്പിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. ഭിന്നിപ്പുണ്ടായാൽ നമ്മൾ സ്വീകരിക്കേണ്ടതായ കാര്യവും പറഞ്ഞു. എന്താണത്? അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. എനിക്ക് ശേഷം വന്ന എന്റെ സഹാബത്തിന്റെ നീതിമാന്മാരായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ നമുക്ക് കറകളഞ്ഞ രൂപത്തിൽ, ഏറ്റവും മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് എത്തിച്ചു തന്ന സഹാബിമാരുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു. ഇനി സഹോദരങ്ങളെ,
ധാരാളം ഭിന്നിപ്പുണ്ടാകുമ്പോൾ സഹാബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖല്ലുഹും തകല്ലുഫ, നാട്യമില്ലാത്ത, അവർക്ക് നാട്യമില്ല, അവർ അഭിനയിക്കുന്ന ആളുകളല്ല, അവരെന്തായിരുന്നു? നിഷ്കളങ്കന്മാരായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയാണ്, റസൂലേ ധാരാളം ഭിന്നിപ്പുണ്ട്, അപ്പോൾ ഈ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ആരാണ്? അവരുടെ യഥാർത്ഥ ഉദ്ദേശം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഏറ്റവും വലിയ കാര്യം? സ്വർഗമാണ്. അതിന് ദുനിയാവ് അവർക്കൊരു തടസ്സമായിരുന്നില്ല. എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പോലെ തന്നെ എന്താണത്? കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്, ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. നമ്മളെല്ലാവരും ആ ഒരു രൂപത്തിലായിരിക്കണം ഈ ദുനിയാവിൽ. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം യാത്ര പോകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സഹാബിമാരുടെ യാത്രാ ലക്ഷ്യമായ സ്വർഗത്തിൽ എങ്ങനെ എത്തുമെന്നായിരുന്നു അവരുടെ ധാരാളമായ ചോദ്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. അവിടുന്ന് ചോദിക്കാണ്, റസൂലെ അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ആ ഒരു വിഭാഗം ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗത്തിലുള്ള ആളുകളാണ് നാളെ സ്വർഗത്തിലേക്ക് പോവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തറക്കുകും അലൽ മഹജ്ജത്തിൽ ബൈദാ, നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് തെളിമയാർന്ന ഒരു മാർഗത്തിലാണ്. അഥവാ അവ്യക്തതയുള്ള ഒരു മാർഗത്തിലല്ല, തെളിമയാർന്ന ഒരു മാർഗത്തിലാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വിശദീകരിക്കുകയാണ്, എന്താണത്? ലൈലുഹാ കനഹാരിഹ, അല്ലെങ്കിൽ ലൈലിഹാ കനഹാരിഹ, അതിന്റെ രാത്രി പോലും പകല് പോലെ പ്രകാശപൂരിതമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത്രയും വ്യക്തമാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും വ്യക്തമാണ്. എന്നിട്ട് പറയാണ്, ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ, അതിൽ നിന്ന് വ്യക്തമായി വ്യതിചലിക്കുക അത്രയും നശിച്ചവനല്ലാതെ മറ്റൊരാളും തന്നെ എന്ത് ചെയ്യില്ല, അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ കാര്യം അത്ഭുതമാണ്. അവർ പറയും, ഇത്രയൊക്കെ ഭിന്നിപ്പുള്ളതിനാൽ തന്നെ എനിക്കിതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല, ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി നിസ്കാരവും നോക്കുകയായി എന്ത് ചെയ്തോളാം, പോയിക്കൊള്ളാം എന്ന് പറയും. നോക്കൂ, എന്നാൽ അവർ തന്നെ പറയുന്നതായി കാണാൻ സാധിക്കും. ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ദുന്യാവിപരമായ എന്തെങ്കിലും വിദ്യാഭ്യാസ പഠനങ്ങൾ അത് നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? വ്യക്തമായി കാര്യങ്ങളൊക്കെ നോക്കും. അവിടെ ആളുകൾ വരുന്നുണ്ടോ, നല്ല കച്ചവടം നടക്കുന്ന സ്ഥലമാണോ, ഇനി ദുന്യാവിപരമായ പഠനങ്ങളാണെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ലഭിക്കും, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയം വരുമ്പോൾ അലംഭാവമാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള കുതന്ത്രമാണ്. കാരണം പറഞ്ഞതുപോലെ ഇവർക്ക് എന്തിനു സാധിക്കുകയില്ല, അള്ളാഹുവിന്റെ ദീൻ അത് പഠിക്കാനുള്ള മടിയാണത് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒരാളുടെ ദീനത്തിന് ചോദ്യം ചെയ്യുന്നതല്ല, മറിച്ച് ഇതാണ് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളാണിത്. ഇത്രയും ഹദീസുകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് മഹജ്ജത്തുൽ ബൈദാ, തെളിമയാർന്ന മാർഗം എന്നാണ്. സൂഫികളും മറ്റും പറയുന്നത് പോലെ ചില ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ദീനാണ് അള്ളാഹിന്റെ, അല്ലെ? ചില ആളുകൾക്ക് എന്ത് പറയും, സൂഫികളെ പോലുള്ള ആളുകൾ ഒരു മസ്ജിദിൽ ഒതുങ്ങി കൂടി ധാരാളം ദിവസങ്ങൾ എന്ത് ചെയ്യും, ഇബാദത്തും ഉണ്ടാവില്ല, നിസ്കാരം ഉണ്ടാവില്ല, നോമ്പുണ്ടാവില്ല. പെട്ടെന്ന് ഒരു ദിവസം പറയും, ഇതാ എനിക്ക് ചില വെളിപാടുകൾ വന്നിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പറയുന്നതാണ് ദീൻ, അത് പിൻപറ്റാൻ സുബ്ഹാനല്ലാഹ് ആളുകളുണ്ട് എന്നുള്ളതാണ് അത്ഭുതം. അതുപോലെയാണ് അള്ളാഹിന്റെ ദീൻ. ഒരിക്കലുമല്ല, ഏത് പണ്ഡിതനും പാവരനും എല്ലാ ആളുകൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ദീനാണ് അള്ളാഹുവിന്റെ. അൽഹംദുലില്ലാഹ്, ഒരു കെട്ടിക്കൊടുക്കൂല. അതാണ് ഇസ്ലാമിന്റെ ഒരു മേന്മ. ധാരാളം മേന്മകളുണ്ട് ഇസ്ലാമിന്. അതിലൊരു മേന്മ എന്താണ്? ഏതൊരാൾക്കും എളുപ്പത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. എന്തെങ്കിലും കെട്ടിക്കൊടുക്കുകയുള്ളൂ? ഒന്നുമില്ല. അതാണ് ഇസ്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ രൂപത്തിലുള്ള ഒരു പരിശ്രമം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പരിശ്രമം, സിദ്ഖുള്ള ഒരു കൽബുണ്ട് എങ്കിൽ വല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹക്കിന്റെ മാർഗം കാട്ടിത്തരിക തന്നെ ചെയ്യും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ധാരാളം അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എങ്കിലും ആരാണ് ഹക്ക് പറയുന്നത്, ആരാണ് സ്വതന്ത്രക്കാർ എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകൽ പോലെ എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സത്യസന്ധതയുള്ള ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇനി സഹോദരങ്ങളെ,
ആ മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചുകൂടി എന്ത് ചെയ്യാണ് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരികയാണ്. റസൂൽ പറഞ്ഞു അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിനുള്ള ഒരു നിർഭേദമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ മാ തുഅദ്, നക്ഷത്രം അത് ഉതിർന്നു വീണ് കഴിഞ്ഞാൽ ആകാശത്തിന് എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ടത് അത് നടക്കും, അഥവാ ഖിയാമത്ത് നാൾ നടക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅന ആമനത്തുൽ ലി അസ്ഹാബി, ഞാൻ എന്റെ സഹാബിമാർക്ക് ഒരു നിർഭയമുള്ളയാളാണ്, അഥവാ അവർ ഞാൻ മുഖേന എന്തുണ്ടാകും, നേർമാർഗത്തിലാകും. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സഹാബിമാർക്ക് വാഗ്ദാനം ചെയ്ത കാര്യം അഥവാ ധാരാളം ഫിത്നകൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ശ്രദ്ധിക്കുക, ഈ ഉമ്മത്തിനുള്ള നിർഭയത്വമാണ് ആര്? സഹാബിമാർ. സഹാബിമാർ അവർ പോയി കഴിഞ്ഞാൽ, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തിന് എന്താണോ വാഗ്ദാനം ചെയ്തത് അത് സംഭവിക്കും, അഥവാ ഭിന്നിപ്പുണ്ടായി കഴിയും, അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങൾ, ഇത്രയും ഹദീസുകൾ നമ്മൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഖുർആനും സുന്നത്തും. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം. എങ്ങനെ? തോന്നിയ പോലെയാ? എനിക്ക് തോന്നാണ് ഖുർആനിലിതാ ഇന്ന കാര്യം ഇന്ന ആയത്ത് ഓതിക്കൊണ്ട് തോന്നുന്നത് ഇന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്വീകരിക്കേണ്ടത്. അലാ ഫഹ്മി സലഫിൽ ഉമ്മ, സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കണം. അതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖൈറുൻ നാസി ഖർനി, ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല തലമുറ അതാരാണ്? എന്റെ ഉമ്മത്താണ്, അല്ലെങ്കിൽ എന്റെ സഹാബിമാരുടെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിന് ശേഷം വന്ന ആളുകൾ ആരാണത്? താബിഈകൾ. ആരാണ് സഹോദരങ്ങൾ സഹാബിമാർ? ആർക്കാണ് സഹാബി എന്ന് പറയുക? റസൂലിനെ കണ്ട് ദീൻ പഠിച്ച ആളുകൾ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം നുഖ്ബത്തുൽ ഫിക്റിൽ പറഞ്ഞ താരീഫാണത്. എന്താണത്? മല്ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിന ബിഹി വമാത അലൽ ഇസ്ലാം. എന്താണ്? റസൂലിനെ മുഅ്മിനായി കണ്ടുകൊണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും? റസൂലിനെ കണ്ടാളെന്ന് പറയും. അബൂജഹൽ സഹാബിയ അല്ല, മുഅ്മിന ബിഹി, റസൂലിൽ വിശ്വസിക്കണം. വമാത അലാ ദാലിക, അല്ലെങ്കിൽ വമാത അലൽ ഇസ്ലാം, എന്നിട്ട് ഇസ്ലാമിലായിക്കൊണ്ട് എന്ത് ചെയ്യണം? മരണപ്പെടുകയും ചെയ്യണം. ഇവർക്കാണ് സഹാബി എന്ന് പറയുക. താബിഈകളോ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ സഹാബിമാരെ കണ്ട ആളുകൾ, അവരെ വിശ്വസിക്കുകയും എന്നിട്ട് അതിലായിക്കൊണ്ട് വരികയും ചെയ്ത ആളുകളാണ് താബിഈകൾ. നമ്മൾ മനസ്സിലാക്കണം. ധാരാളം കേട്ടിട്ടുണ്ടാവും സഹാബിമാർ, അല്ലെങ്കിൽ താബിഈകൾ, അത്ബാഉ താബിഈകൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആരാണിതെന്ന് ചിലർക്കെങ്കിലും അറിയാതിരിക്കാൻ സാധ്യതയുണ്ട്. അഥവാ സഹാബിമാർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ആ അവസ്ഥയിൽ തന്നെ മരിക്കുകയും ചെയ്ത ആളുകളാണ് സഹാബിമാർ. ഇതേപോലെ തന്നെ താബിഈകൾ സഹാബിമാരെ കണ്ട ആളുകൾ, എന്നിട്ട് ആ അവസ്ഥയിൽ മരണപ്പെട്ട ആളുകളാണ് താബിഈകൾ. അത്ബാഉ താബിഈകളോ താബിഈകളെ കണ്ട ആളുകൾ, എന്നിട്ട് മുസ്ലിമായി മരിച്ച ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഈ ഹദീസിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ മൂന്ന് തലമുറയാണ്: സഹാബിമാർ, താബിഈകൾ, അത്ബാഉ താബിഈകൾ. ഇവരുടെ ഈ മാർഗം നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ പറഞ്ഞവരുടെ മാർഗം അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ പിൻപറ്റണം. ഇതിനാണ് പ്രിയപ്പെട്ടവരെ എളുപ്പത്തിൽ പറയുന്ന കാര്യം സലഫിയ്യ. ഇതിന് പറയുന്ന പേരാണത് സലഫിയത്ത്. അതല്ലാതെ എന്തെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഒരു സംഘടനയിൽ ചേരുന്നതിന് പറയുന്ന പേരല്ലത് സലഫിയത്ത് എന്നുള്ളത്. ഖുർആനും സുന്നത്തും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഓരോ ആളിനും പറയുന്ന പേരാണ് സലഫി. ഈ മാർഗത്തിന് പറയുന്ന പേരാണ് അസ്സലഫിയ്യ, അഥവാ അൽ ഇസ്ലാം സഹീഹ്, യഥാർത്ഥ ഇസ്ലാം. ചില ആളുകളിൽ ചോദിക്കുന്നതായി കേൾക്കാൻ സാധിക്കും, നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പോരെ. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാത്തത്? ധാരാളം അവാന്തര കക്ഷികളും ഭിന്നിപ്പുകളും ഒക്കെ സംഭവിച്ചപ്പോ അതിൽ നിന്ന് മാറി മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി സ്വീകരിച്ച, അത് മാത്രമല്ല ഇത് റസൂൽ ഉപയോഗിച്ച വാക്കാണ്. ഒരിക്കലും എന്തല്ല പുതുതായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബോ ഷെയ്ഖുൽ ഇസ്ലാം ഉപയോഗിച്ച വാക്കല്ല.
മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂൽ പറഞ്ഞ വാക്കാണ് എന്ത്? നിഅമസ് സലഫു അന ലക്കി. റസൂൽ ഉപയോഗിച്ച വാക്കാണ് നിഅമസ് സലഫു അന ലക്കി. ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമിയാണ്. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. സലഫ എന്ന് പറഞ്ഞതാണ് മുൻകഴിഞ്ഞത്. ഖുർആൻ ആയത്തുണ്ട് മാ ഖദ് സലഫ്, നിങ്ങൾ മുൻകഴിഞ്ഞ പാപങ്ങൾ എന്ത് ചെയ്യും? പുറത്ത് തരും. അഥവാ മുൻകഴിഞ്ഞത്. സലഫ എന്ന് പറഞ്ഞതാണ്. സലഫി എന്ന് പറഞ്ഞതോ മുൻഗാമികൾ. അതല്ലാതെ എന്തെങ്കിലും പ്രത്യേക രൂപത്തിൽ നടക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരല്ല സലഫി എന്ന് പറഞ്ഞാൽ. റസൂലും സഹാബത്തും താബിഈങ്ങളുടെയും മാർഗം. ഇതാണ് സഹോദരങ്ങളെ സലഫിയത്ത്. ഇനി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഇവിടെ സലഫിയത്ത് എന്ന് പറയാനുള്ള കാരണം? ഈ കാലഘട്ടത്തിൽ ഇപ്പോ കുറച്ചു കാലമായിട്ടുള്ളൂ ചില ആളുകൾ എന്ന് പറയാണ് ഖുർആൻ സുന്നത്ത് മാത്രം സ്വീകരിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യും? ഖുർആൻ ആയത്തോതും ഖുർആനിലെ ഹദീസ് ഓതും. എന്നിട്ട് ഇതാരാ പറയുന്നത്? നാട്ടിലെ കേരളത്തിൽ ഒരാളാണ് പറയുന്നത്. ഇവൻ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടത്. ഖുർആനും സുന്നത്തും നമ്മൾ സലഫുകളുടെ അക്വാലുകൾ എടുത്താൽ അവരെന്താ പറയാ? അവരതല്ല, ഖുർആനും സുന്നത്തും. റസൂൽ എന്താ പറഞ്ഞത്? ഖുർആനും സുന്നത്തിലേക്ക് മടങ്ങണം. അപ്പൊ ഈ ഹദീസുകളൊക്കെയോ, ഈ പറഞ്ഞ അഹാദീസുകളൊക്കെയോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അള്ളാന്റെ ദീൻ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാം സുന്ന, അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? അദ്ദേഹം പ്രായമായ സമയത്ത്, വളരെ പ്രായമായ സമയത്ത് കയ്യിൽ കിതാബും പേരയും പിടിച്ച് നടക്കുമ്പോൾ ആളുകൾ വിളിക്കാണ് ഇലാമത്ത, എത്ര കാലം വരെയാണ് ഇമാം അഹ്മദേ അങ്ങ് ഈ ദീൻ പഠിക്കുക എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു മിനൽ മഹ്ദി ഇലൽ ലഹ്ദി, തൊട്ടിലിൽ നിന്ന് ഖബറിൽ എത്തുന്നത് വരെ എന്താണ്? ദീൻ പഠനാണ്. ആരാ പറയുന്നത്? ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പ്രത്യേകിച്ച് ഇതാ സലഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി സഹാബത്തിന്റെ മാർഗ്ഗമാണെന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, ഓരോ ആളുകളും ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനു മുന്നേ ഈ മാർഗം അത് മുറുകെ പിടിക്കുന്നതിന്റെ വിധി എന്താണ്? അഥവാ സലഫിയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നതിന്റെ വിധി എന്താണ്? വേണമെങ്കിൽ സ്വീകരിക്കാം, അതല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതൊരു മാർഗമല്ലേ എന്ന നിലപാടാണ്? ഒരിക്കലുമല്ല. മറിച്ച് ഇത് ഫർളു ഐനാണ്. ഫർളു ഐനാണ്. അഥവാ ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായ കാര്യമാണ്. നമ്മൾ അടിവരാന്ന് പറയാൻ പറ്റുമോ? അടിവരാന്ന് പറയാൻ പറ്റുമോ? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, പാശ്ചാത്യരുടെ ചര്യയാണത് അടിവര ഇടാന്നുള്ളത്. അടിവര ഇടാന്നുള്ളത്. എന്നാൽ മുഹദ്ദിസീങ്ങളുടെ ശൈലി എന്തായിരുന്നു? മേൽവരയാണ്. എന്താണ്? മേൽവര. മേലയിൽ വര ഇടാന്നുള്ളതാണ് സലഫുകളുടെ ശൈലി. എന്നാൽ പിന്നീട് വന്ന യൂറോപ്യൻ സംസ്കാരമാണ് എന്തുണ്ടായത്? അടിവര എന്നുള്ള കാര്യം വന്നത്. സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞു വന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട, ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ഫർളു ഐനാണ് സലഫിയത്ത് എന്നുള്ള ഈ സലഫി മാർഗം. ഈ ഒരു മാർഗം പിൻപറ്റുക എന്നുള്ളത് ഫർളു ഐനാണ്. ഓരോ ആളുകളുടെ മേലും നിസ്കാരം എങ്ങനെ നിർബന്ധമാണോ, അതുപോലെ നോമ്പ് എങ്ങനെ നിർബന്ധമാണോ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം, അതുപോലെ നിർബന്ധമായ കാര്യമാണത് സലഫിയത്ത്. അത് സലഫിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം അത് സ്വീകരിക്കുക എന്നുള്ളത്. എന്താണ് അതിനുള്ള തെളിവ്? നമുക്ക് എന്തിനു തെളിവ് വേണം? ഞാൻ പറഞ്ഞാലും ഏത് ക്ലാസ് എടുക്കുന്ന ആൾ വന്നു വിടുന്നെങ്കിലും വായിട്ട് അലിച്ചു പോയാൽ അതങ്ങനെ തന്നെ തൊണ്ട തൊടാണ്ട് വീഴേണ്ട ആളുകളെല്ലാവരും നമ്മൾ. മറിച്ച് ഇവിടെ ഇത്രയും ഹദീസുകൾ നമ്മൾ കേട്ടു, ഖുർആനും സുന്നത്ത് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ. അത് നമ്മൾ മൂന്നാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സലഫുകളുടെ ഫഹ്മ് അഥവാ അവരെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് നിർബന്ധമാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് അതിനുള്ള തെളിവ്? ഈ മാർഗം സലഫിയത്ത് പിൻപറ്റണം എന്നുള്ളതിന് എന്താണത്? ആരാണോ റസൂലിന്റെ മാർഗം അത് അവന് വ്യക്തമായതിനു ശേഷം അവൻ പിന്തിരിഞ്ഞു കളഞ്ഞത്. എന്നിട്ട് ശേഷം പറയുകയാണ് എന്നിട്ട് മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്ത ആളുകൾ. ഖുർആൻ ഇറങ്ങുമ്പോൾ അവിടെ മുഅ്മിനീങ്ങൾ ആരാ? സഹാബത്ത്. സഹാബത്തിന്റെ മാർഗമാണത്. സഹാബത്തിന്റെ മാർഗമല്ലാത്ത മാർഗം ആരെങ്കിലും പിൻപറ്റി കഴിഞ്ഞാൽ അവൻ തിരിഞ്ഞെടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അവനെ തിരിച്ചു കളയും. ഏത് പിഴച്ച മാർഗത്തിലേക്കാണ് അവൻ പോകുന്നത് അതിലേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി കളയും. അതാണ് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ. ഇനി ആഖിറത്തിലോ
വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് കരിച്ചു കളയുകയും ചെയ്യും. അത് എത്ര മോശമായ സ്ഥലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ് ഖുർആനും സുന്നത്തും മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത്. ഇതാണ് മൻഹജുസ് സലഫ്. ഇതാണ് നഹ്ജ് എന്ന് പറഞ്ഞാൽ മൻഹജ്, റൂട്ട്. അതിന് പറയുന്ന പേരാണ് മൻഹജ് എന്നുള്ളത്. അസ്സലഫ് എന്ന് പറഞ്ഞാൽ സലഫുകളുടെ റൂട്ട്. സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം ഒന്നുമില്ല. സലഫുകളുടെ മാർഗം, സലഫുകളുടെ മാർഗം. ഇതിനാണ് മൻഹജ് സലഫ് എന്ന് പറയുക. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു തൈമിയ, അതല്ലെങ്കിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, ഇവരൊക്കെ കൊണ്ടുവന്നതാണ് സലഫിയത്ത് എന്നുള്ളത്. സഹോദരങ്ങളെ, ഒരിക്കലുമല്ല. മുൻഗാമികളിൽ പല ആളുകളും നമ്മുടെ നാട്ടിലെ തന്നെ അംഗീകരിക്കുന്ന പല പണ്ഡിതന്മാർ പോലും പല പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞ കാര്യമാണത്, അദ്ദേഹം സലഫിയായിരുന്നു. മറ്റു ചില പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം സലഫിയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇമാം അസ്സഹബി റഹിമഹുല്ലാഹ് ദാറുഖുത്നിയെ പറ്റി പറഞ്ഞതായി കാണാം. കാന സലഫിയ്യൻ, അദ്ദേഹം സലഫിയായിരുന്നു എന്നുള്ളത് മാത്രമല്ല, സമാനി ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ശാഫിഈ മദ്ഹബിന്റെ ആളുകളാണെന്നാണ് പറയുന്നത്. ഇമാം സമാനി റഹിമഹുല്ലാഹ് അദ്ദേഹം മുൻഗാമികളിലെ ചില ആളുകളെ പറ്റി പറഞ്ഞതായി കാണാം, അദ്ദേഹം സലഫിയായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്തല്ല, ഒരിക്കലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബോ അല്ലെങ്കിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കൊണ്ടുവന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഞാൻ സലഫിയാണ് എന്ന് പറയുന്നതിന്റെ വിധി എന്താണ്? മാർഗം പിൻപറ്റുന്നത് നമ്മൾ പറഞ്ഞു വാജിബാണ്. പിന്നെ നമ്മൾ ഓരോ ആളുകളെടുത്ത് പോയി പറയണം ഞാൻ സലഫിയാണ് എന്ന് പറയുന്നതിന്റെ വിധി എന്താണ്? അങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. സാലിഹ് അലി ശൈഖ് ഹഫിളഹുല്ലാഹ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സാലിഹ് അലി ശൈഖ്, അദ്ദേഹം പറഞ്ഞതായി കാണാം. ചില ആളുകൾ ഞാൻ സലഫിയാണ് എന്ന് പറയുന്നതിൽ വല്ല തെറ്റുണ്ടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? നീ തലയുയർത്തി പറയുന്നത് ഞാൻ സലഫിയാണ് എന്നുള്ളത് യാതൊരു തെറ്റുമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഈ ഹഖ് സ്വീകരിക്കില്ല എന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പേര് മറച്ചു വെക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ സലഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? റസൂലിനോട് സ്നേഹമില്ലാത്ത ആളുകളാണ്. അതുപോലെ തന്നെ റസൂലിന്റെ സുന്നത്തിനോട് സ്നേഹമില്ലാത്ത ആളുകൾ, സ്വലാത്ത് ഇല്ലാത്ത ആളുകൾ, ദിക്റില്ലാത്ത ആളുകൾ, ദുആ ഇല്ലാത്ത ആളുകൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഇത് പറയുന്ന ആരാ? നല്ല താടിയൊക്കെ വെട്ടി ഒതുക്കി, അല്ലെ? അതുപോലെ തന്നെ സുന്നത്തിന്റെ ഒരു അംശം പോലും ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ താടി നീട്ടി വളർത്തിയ, അള്ളാഹു റസൂലിന്റെ സുന്നത്ത് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി കൊടുത്ത ആളുകൾ നോക്കി പറയാണ് റസൂലിനോട് സ്നേഹമില്ല എന്നുള്ളത്. അള്ളാഹു റസൂൽ പറഞ്ഞ ഒരു ഹദീസാണ് ഓർമ്മ വരുന്നത്. എന്താണത്? ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. ഖദ്ദാഅ് എന്നാണ് ആ കാലഘട്ടത്തെ പറ്റി പറഞ്ഞത്, വഞ്ചനയുടെ കാലഘട്ടം. എന്താണ് അന്നത്തെ അവസ്ഥ? സത്യവാന്മാർ കളവാക്കപ്പെടും, കള്ളന്മാർ സത്യപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ കാലഘട്ടം ഇതാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അങ്ങനെ ഒരു സന്ദർഭമാണ് ഉള്ളത് എങ്കിൽ, അത് നമ്മളെ കുടുംബത്തിൽ പോയി ഞാൻ സലഫിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം സ്വീകരിക്കില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പേര് മറച്ചു വെക്കാം. ഇതിനെന്താണ് തെളിവ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പല തെളിവുകളും കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണം മാത്രം ചെയ്യാം, നമുക്ക് പറയാം. കഅബയുടെ സംഭവം, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് കാണുന്ന രൂപത്തിലായിരുന്നു കഅബ അല്ല, മറിച്ച് ആദ്യം മറ്റൊരു രൂപത്തിലായിരുന്നു. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പൊളിച്ച് പുതുക്കി പണിയണമെന്ന് ആഗ്രഹം. പക്ഷെ റസൂൽ എന്ത് ചെയ്തില്ല? അത് ചെയ്തില്ല. എന്തായിരുന്നു കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകൾ എന്ത് പറയും? ഇതാ മുഹമ്മദ് പുതിയ ദീനായിട്ട് വന്നു, ഇപ്പോൾ ഇതാ കഅബ പൊളിക്കാണ് എന്ന് പറഞ്ഞ നാട്ടിൽ വലിയ ഫിത്ന ഉണ്ടാകും എന്നത് അറിഞ്ഞതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മസ്ലഹത്തിനെ മുൻഗണന കൊടുത്തു. മസ്ലഹത്തിന് മുൻഗണന കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സലഫുകളുടെ രീതിയിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ചാർത്താരികളുമായി ഉണ്ടായ സംഭവം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തിയ ആളുകളായിരുന്ന ആര്? ചാർത്താരികൾ. ആ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണം. ചരിത്രങ്ങളിലേക്ക് കടക്കുന്നില്ല. ചില ചരിത്രം എഴുതിയ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ പറഞ്ഞതായി എന്താണത്? ആ നാട്ടിൽ ചാർത്താരികൾ ഉണ്ടായിരുന്ന നാട്ടിൽ മുസ്ലിമീങ്ങളുടെ രക്തം മുട്ടോളം ഉണ്ടായിരുന്ന എന്നാണ്. ഇത് സാഹിത്യമായി പറഞ്ഞ കാര്യമല്ല.
മുസ്ലിമീങ്ങളുടെ രക്തം മുട്ടോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചാർത്താരികൾ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ എന്തെങ്കിലും കോട്ടം സംഭവിക്കാനുണ്ടോ? ചില സലഫുകൾ പറഞ്ഞതായി കാണാം, ഇസ്ലാമിന്റെ ആളുകളെ മുൻകഴിഞ്ഞ ശത്രുക്കൾ ഒതുക്കാൻ നോക്കിയതുപോലെ മറ്റൊരു ദീനിനെ എന്ത് ചെയ്തിട്ടില്ല, ആളുകൾ ഒതുക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല. എന്നിട്ടും ആലോചിച്ചു സഹോദരങ്ങളെ, അള്ളാന്റെ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരികയാണ്. ഇതൊക്കെ എന്താണ്? അള്ളാന്റെ ഈ ദീൻ അത് ഹക്കാണെന്ന് അറിയിക്കുന്ന കാര്യമാണ്. നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ശത്രുക്കൾ അത്രയും ഉള്ള കാലഘട്ടത്തിൽ, മുസ്ലിമീങ്ങൾ വളരെ വിരളം മാത്രമുള്ള കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വൻ വിജയം ഉണ്ടായിട്ടുണ്ട്. എന്താണത് സഹോദരങ്ങളെ? കാരണം അള്ളാഹുന്റെ ഈ വാക്ക് നമ്മൾ ആലോചിക്കണം. അള്ളാഹു ഈ നൂറിനെ, ഈ ദീനിനെ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. കാഫിരീങ്ങൾക്ക് അത് വെറുപ്പുണ്ടായാലും ശരി. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, താർത്താരികളുടെ സംഭവമാണ്. അഥവാ മസ്ലഹത്തുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളത്. എന്താണത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മുസ്ലിമീങ്ങളായ ചില സഹോദരന്മാരുണ്ട്. താർത്താരികൾ എന്ത് ചെയ്യാണ്? അവിടെ കള്ള് കുടിച്ചുകൊണ്ട് ലക്കിട്ട് കിടക്കാണ്. ബോധമില്ലാണ്ട് കിടക്കുമ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പോയി? നിങ്ങളൊരു മദ്യപിക്കരുത് എന്ന് പറയാൻ പോയപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അവരെ പിടിച്ചു വെക്കാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇപ്പൊ പറയല്ലേ. അപ്പൊ കള്ളുകൂടിയുള്ള തെറ്റാണോ അല്ലയോ? തെറ്റാണ്, യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അങ്ങനെ പറയാനുള്ള കാരണം? അഥവാ അവർ കള്ളുകൂടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന കാര്യം എന്താണ്? മുസ്ലിമീങ്ങൾ ഒന്നാണ് കൊന്നാളി. അപ്പൊ ഏതാണ് ഏറ്റവും വലിയ വളറ്? മുസ്ലിമീങ്ങൾ ഇല്ലാതാകുക എന്നുള്ളതാണ്. ഒരു രക്തം അത് ചീന്തപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ത് പറഞ്ഞു? ഇപ്പോൾ അത് പറയേണ്ടതില്ല, അവരങ്ങനെ കിടക്കട്ടെ എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ദീനിന്റെ കാര്യം മസ്ലഹത്തുണ്ട് എങ്കിൽ മറച്ചു വെക്കാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രൂപത്തിൽ സലഫിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഅവത്ത് ആരും സ്വീകരിക്കുകയില്ല. എങ്കിൽ ആ പേര് നമുക്ക് എന്ത് ചെയ്യാം? മറച്ചു വെക്കാം. പിന്നീട് ഈ മാർഗം സ്വീകരിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ അവരോട് ഇതിനാണ് സലഫിൽ നിന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി ചില ആളുകൾക്കെങ്കിലും ചിന്ത വന്നേക്കാം, ഇതിങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? സലഫിയത്ത് ഇതൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നതല്ലേ, ഇതിങ്ങനെ ആവർത്തിച്ച് ധാരാളം ദർസുകൾ സലഫിയത്തിനെ പറ്റി ഇങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന ചിന്ത ചില ആളുകൾക്കെങ്കിലും വന്നേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ ഓരോ വിഭാഗങ്ങളിൽ എത്രമാത്രം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചു നോക്കാം. അപ്പോഴാണ് സലഫിയത്ത് എന്ന ഈ വസ്ത്രം നമുക്ക് ലഭിച്ചതിന്റെ അതിന്റെ നിയമത്ത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന ആളുകൾ ആരാണ്? സമസ്ത വിഭാഗമാണ്, അല്ലെ? ആണ്. അവരുടെ കിതാബിൽ തന്നെ എഴുതി വെച്ച കാര്യമാണത്. നമ്മളുടെ അഖീദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്അരി അഖീദയാണ് എന്നുള്ളത് അവർ അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മുടെ വക പറയുന്നല്ല. അവരുടെ കിതാബിൽ, സമസ്തയുടെ മദ്രസയിൽ പഠിച്ച ആളുകളുണ്ടെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവും. അവരുടെ കിതാബിൽ എഴുതി വെച്ച കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലായി കാണാൻ സാധിച്ച ഒരു കാര്യം, ഇതുപോലെ 2-3 സക്കാഫിമാർ ഒരുമിച്ചിരുന്ന് പറയാണ് മുൻഗാമികളൊക്കെ അശ്അരി മദ്ഹബുകാരായിരുന്നു എന്ന രൂപത്തിൽ സംസാരിക്കുകയാണ്. എന്താണ് സഹോദരങ്ങളെ അശ്അരി മദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണത്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അവർ പറഞ്ഞ കാര്യമാണത്, ഇവരുടെ വലിയ ഇമാമായി ഇവർ കാണുന്ന ആളാണ് ആര്? റാസി. എല്ലാവരും കേട്ടിട്ടുണ്ടോ അല്ലെ? ഫഖ്റുദ്ദീൻ റാസി. റാസിമാൻ പറഞ്ഞു എല്ലാവരും കേട്ടതായിരിക്കും. ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുകയാണ്, ഖുർആനിലും സുന്നത്തിലും, ശ്രദ്ധിക്കണം, ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ബുദ്ധിക്ക് എതിരല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ സ്വീകരിച്ചാൽ മതി എന്ന് ആര് പറയുന്നതാണ്? അവർ ഇമാമായി കാണുന്ന റാസി അദ്ദേഹം പറഞ്ഞതാണ്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, എത്രമാത്രം അപകടം പിടിച്ച വാദമാണിത്. ആലോചിച്ച് നോക്കാം. ഇപ്പൊ ബുദ്ധിക്ക് എതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇസ്ലാമിൽ പല കാര്യങ്ങളും നമ്മളുടെ ഈ ഓട്ടയുള്ള ബുദ്ധിക്ക് പലതും എതിരായി തോന്നിയേക്കാം. പൊതുവെ പറയാറുള്ള ഒരു കാര്യമാണെന്ത്? മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യനെ പടക്കപ്പെട്ടത് തന്നെ ഏതവസ്ഥയിലാണ്? ലഈഫായിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഇതാ ഈ ചുമരിന് അപ്പുറമുള്ള കാര്യം എനിക്ക് കാണാൻ സാധിക്കും? ഇല്ല. കാരണം എന്താണ്? എന്റെ കണ്ണിനുള്ള പരിധിയാണത്. എനിക്ക്
ഈ മേശ പൊക്കാൻ സാധിച്ചേക്കാം, ഇതുപോലുള്ള 5 മേശ ഉണ്ടെങ്കിലോ എനിക്ക് പൊക്കാൻ സാധിക്കും? ഇല്ല, അതെന്റെ പരിധിയാണ്. അതുപോലെ തന്നെ ഈ ശബ്ദം നമ്മൾ വളരെ നല്ല ഉയർന്ന രൂപത്തിൽ വെക്കുകയാണെങ്കിൽ ഈ മസ്ജിദിൽ ധാരാളം സമയം നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. അതെന്താണ്? എന്റെ ചെവിക്കുള്ള പരിധിയാണ്. ഇതുപോലെ പരിധിയുള്ള സാധനമാണെന്ന് നമ്മുടെ ബുദ്ധി എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ആദ്യമായത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുഅ്മിനീങ്ങളുടെ വിശേഷണമായി പറയുന്ന കാര്യമാണത് അവർ അദൃശ്യമായ കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുള്ളത്. എളുപ്പമുള്ള കാര്യമല്ലേ? എന്ത്? ഇപ്പൊ ഉദാഹരണത്തിനാണെങ്കിൽ പുലി എന്നുള്ള ഒരു സാധനം ഇല്ലാന്ന് ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? പുലി എന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് ആരും വിശ്വസിക്കാതിരിക്കുകയില്ല. കാരണം എന്താ? അതെല്ലാവരും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം, അല്ലെ? എല്ലാവർക്കും അറിയാം. എന്നാൽ മസീഹ് ദജ്ജാൽ ഉണ്ടെന്ന് ആരെ വിശ്വസിക്കുകയുള്ളൂ? ഒരു മുഅ്മിനെ വിശ്വസിക്കുകയുള്ളൂ. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യമായ കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആര്? മുഅ്മിനീങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള ഒരു കാര്യമാണ്, അല്ലാണ്ട് പുതിയ ഇസ്ലാം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഇവർ പറയുന്നത് എന്താണ്? ഖുർആനും സുന്നത്തിലും ഒരു കാര്യം അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുകയാണെങ്കിൽ മാത്രം എടുക്കുക എന്നുള്ളതാണ് ആര് പറയുന്നത്? റാസി. അശ്അരി ഇമാമാണ്, അശ്അരി മദ്ഹബിലെ ആളാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചത്. എന്താണ് അതിന്റെ പേര്? ദർഉ തആറുൽ അഖ്ലി വൽ നഖൽ. അഥവാ ബുദ്ധിക്കെതിരായി അല്ലെങ്കിൽ ഈ രൂപത്തിൽ പറയുന്ന ആളുകൾക്കുള്ള മറുപടി ആയിക്കൊണ്ട് എന്ത് ചെയ്തു? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഉലമാക്കൾ ചിലർ പറഞ്ഞതായി കാണാം, നൂഹ് നബിയുടെ സംഭവം എടുത്തുകൊണ്ട് ബുദ്ധിയുടെയും നഖലിന്റെയും, നഖൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ സുന്നത്തിനാണ് നഖൽ എന്ന് പറയാം. അഖൽ എന്ന് പറഞ്ഞാലോ ബുദ്ധി. ബുദ്ധി അഥവാ അശ്അരി മദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഖ്ദീമുൽ അഖൽ അല നഖൽ. അവർ ബുദ്ധിക്കാണ് നഖലിനേക്കാൾ, ഖുർആനിനെയും സുന്നത്തിനേക്കാളും എന്ത് കൊടുക്കുന്നത്? പരിഗണന കൊടുക്കുന്നത്. എന്നാൽ സലഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഖ്ദീമുൻ നഖലി അലൽ അഖൽ, ഖുർആനും സുന്നത്തിനുമാണ് ബുദ്ധിയേക്കാൾ കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. പറഞ്ഞു വന്നത് നൂഹ് നബിയുടെ ചരിത്രം, അതിൽ അത് എടുത്തു കൊടുത്തുകൊണ്ട് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം. നൂഹ് നബി എന്തിലേക്കാണ് ക്ഷണിച്ചത്? നഖലിലേക്കാണ്. അഥവാ നമ്മുടെ കൂടെ ഈ കപ്പലിൽ കയറിക്കൊള്ളൂ എന്ന് നൂഹ് നബി വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യാണ്? വേണ്ട, ഞാൻ ആ മലയുടെ മുകളിൽ പോയി എന്ത് ചെയ്യാ? അഭയം പ്രാപിക്കാം, ഞാൻ രക്ഷപ്പെട്ടോളുന്ന എന്ത് ചെയ്യാണ് പറയുകയാണ്. ഇതെന്താണ്? അഖിലാണ്. അഖിലാണ്. അഖിലിന് മുൻഗണന കൊടുത്തു. നൂഹ് നബി നഖലിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇയാളെന്താണ് ചെയ്തത്? അഖിലിന് മുൻഗണന കൊടുത്തു. പിന്നെന്താണ് ഉണ്ടായത്? വെള്ളത്തിൽ പോയി മരിച്ചു. ഇതുപോലെയാണ് സഹോദരങ്ങളെ, നമ്മൾ ബുദ്ധിക്ക് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ ദുനിയാവിൽ നമ്മൾ വഷളായി പോകും. ഇത് മാത്രമല്ല സഹോദരങ്ങളെ, ഇതാണ് ഒരു വിഷയം. അഥവാ ബുദ്ധിക്ക് മുൻഗണന കൊടുക്കാന്നുള്ളത്. ഇത് ഒരിക്കലും ഞാൻ പറയുന്ന വാക്കല്ല. ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പോയി പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. ഒരാളെ തൊണ്ടതോടാണ്ട് എന്ത് ചെയ്യണ്ട? വിശ്വസിക്കേണ്ടതില്ല. അതുപോലെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഖബറുൽ ആഹാദ് എന്ന് പറയുന്നത്. ഉസൂൽ ഹദീസുമായി ബന്ധപ്പെട്ടാണ്. എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഖബറുൽ ആഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുറച്ച് സഹാബിമാർ മാത്രം ചെയ്യുക, ഒരു ഹദീസ് ഉദ്ധരിക്കുക. ഉദാഹരണത്തിലാണെങ്കിൽ 1, 2, 3 സഹാബിമാർ. അത് എത്രയാണെന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അഥവാ എത്ര ആളുകളായാലാണ് അഹാദാവുക. ഇനി രണ്ടാമത്തേത്, ഹദീസുകൾ 2 തരത്തിലാണ്. ഒന്ന് ആഹാദ്, ഈ പറഞ്ഞ രൂപത്തിലുള്ള 1, 2, 3, 4, 5 സഹാബിമാർ മാത്രം ഉദ്ധരിക്കാം. രണ്ടാമത്തേത് മുത്തവാത്തിർ. മുത്തവാത്തിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സഹാബിമാർ ഉദ്ധരിച്ച ഹദീസിനാണ് എന്ത് പറയുക? മുത്തവാത്തിർ എന്ന് പറയുക. അപ്പൊ ഇവർ പറയുന്ന കാര്യം എന്നാൽ ഖബറുൽ ആഹാദ് അഥവാ കുറച്ച് സഹാബിമാർ മാത്രം ഉദ്ധരിച്ച ഹദീസ് എന്തിന് തെളിവല്ല? അഖീദയിൽ തെളിവല്ല. എന്തിന് തെളിവല്ല? അഖീദയിൽ തെളിവല്ല. മറിച്ച് ഏതിലാണ് തെളിവ്? കർമ്മശാസ്ത്രപരമായ ഫിഖ്ഹിയായ മസലകളിൽ മാത്രമാണ് തെളിവെന്നാണ് ആര് പറയുന്നത്? അശ്അരികൾ പറയുന്നത്. അഹ്ലു സുന്നയുടെ വിശ്വാസം, സലഫികളുടെ വിശ്വാസം എന്താണ്? ഈ 2 ഹദീസുകൾ എന്താണ്? തെളിവാണ്. സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. ഇമാം ബുഖാരി അതെ കർമ്മശാസ്ത്രപരമായ കാര്യമോ ഫീലുകൾ അല്ലെങ്കിൽ അമലുകൾ അവരെന്ത് ചെയ്യും? അതിൽ പറ്റും. അതല്ല എങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യൂല? അത് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ അത് വിട്ടിട്ടാണ്. കാരണം ഇവരെന്നെ ഈ പറയുന്ന ആളുകൾ നിസ്കരിക്കൽ അല്ലെങ്കിൽ നിസ്കാരം വാജിബാണ് എന്നുള്ളത് അവർ വിശ്വസിക്കുന്ന കാര്യമല്ലേ? അത് വിശ്വാസമല്ലേ? അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് ഏത്
കർമ്മശാസ്ത്രപരമായ കാര്യമാണ് എങ്കിൽ അതിലെന്തുണ്ടാവും? അഖീദ ഉണ്ടാവും. കാരണം നിസ്കരിക്കുക അത് നിർബന്ധമാണെന്ന് വിശ്വസിക്കൽ എന്താണത്? വിശ്വാസം. അപ്പൊ അതിലെത്ര ധാരാളം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. പറഞ്ഞു വന്നത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹ് ഒന്നാമതായി കൊടുത്ത ഹദീസ് ഏതാണ്? ഏതാ? അല്ലാഹു ബുഖാരി ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. എത്ര സഹാബിമാർ ഉദ്ധരിച്ചത്? എത്ര സഹാബി ആരാണ്? അല്ലാഹു ബുഖാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഹദീസ് ഒറ്റ സഹാബിയാണ് ഉദ്ധരിച്ചത്. അത് അഹാദല്ലേ? ആണ്. ശരി. അപ്പോ അവർ പറയുന്ന കാര്യമാണ് അഖീദയിലല്ല ഇത് തെളിവല്ല എന്നുള്ളത്. ഇതാരാണ് പറയുന്നത്? ഈ പറഞ്ഞ റാസി. ഏത് കിതാബിൽ? അസാസുൻ തഖ്ദീസ് എന്ന് പറയുന്ന കിതാബിൽ. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. റാസി പറയുന്ന കാര്യമാണ് അസാസു അത്തഖ്ദീസ് കിതാബിന്റെ പേര്. അതിൽ പറഞ്ഞതായി കാണാം. ഇതൊരിക്കലും എന്തല്ല സലഫുകളുടെ അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല, അവർക്ക് പരിചയമുള്ള ആശയവുമല്ല. എന്നിട്ട് ഇവർക്കുള്ള പേരെന്താ? സുന്നി. ഈ പറയുന്ന ആളുകൾക്കുള്ള പേരാണത്രേ സുന്നി എന്നുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എങ്ങനെയാണ് ഇവർ സുന്നികളാവുക? സുന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുന്നത്തിനെ പിൻപറ്റുന്ന ആൾ. സലഫുകൾ എങ്ങനെയാണോ അവർക്കാണ് സുന്നി എന്ന് പറയുക, അവരുടെ മാർഗം പിൻപറ്റുന്ന ആളുകൾക്ക്. ഇനി സഹോദരങ്ങളെ, അവരെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെ സംബോധന ചെയ്യണം? സമസ്താത് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദുൽമായി പോകും. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിൽ ഇവർ പല ദുർവ്യാഖ്യാനങ്ങളും നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ മൻഹജുൽ ഹഖ് എന്ന് പറയുന്ന കവിതയിൽ ഇമാം നാസർ സഅദി പറഞ്ഞതായി കാണാൻ സാധിക്കുക. എന്ത്? ലൈസ യുഫീഖുൽ അഖ്ലു കുൻഹ സിഫാതിഹി. ഒരിക്കലും അഖ്ൽ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? അള്ളാന്റെ വിശേഷണം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളുടെ ബുദ്ധിക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വസല്ലിം, നിങ്ങൾ തസ്ലീം ഉണ്ടായിരിക്കണം, അതിലേക്ക് കീഴൊതുങ്ങണം. ലിമാ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കീഴൊതുങ്ങണം എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ പറ്റി പല വിശേഷണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അള്ളാഹു ചിരിക്കും. അപ്പോ അശാരികൾ പറയാ എന്താ? അള്ളാഹിന്റെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിന്റെ കാരുണ്യമാണെന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ, അള്ളാഹുന്റെ റസൂലിന്റെ സഹാബത്ത് അവിടെ മുൻപിൽ തന്നെ ഉണ്ട്. അറബി അറിയുന്ന സഹാബിമാരാണ്. അവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചിരി എന്ന് പറഞ്ഞ റസൂൽ എന്താണ് ചിരി കൊണ്ടുള്ള ഉദ്ദേശം? അതുകൊണ്ടാണ് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചത്, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അർ-റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അഥവാ ആരോഹനായിരിക്കുന്നു എന്നുള്ളത്. കൈഫ ഇസ്തവ, എങ്ങനെയാണത്? കൈഫ, എങ്ങനെയെന്ന് ചോദിച്ചു. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നെറ്റി ചുളിഞ്ഞു എന്നാണ്. എന്നിട്ട് അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം. ഇസ്തിവാ എന്നുള്ളത് എന്താണ്? അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂൽ, അതിന്റെ രൂപം എങ്ങനെയാണെന്നുള്ളത് എന്താണ്? നമുക്കറിയില്ല. അൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നിർബന്ധമായ കാര്യമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെപ്പറ്റി ചോദിക്കാന്നുള്ള എന്താണ്? ബിദ്അത്താണ്. കാരണം സഹാബത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഞാനൊരു ബിദ്അത്തുകാരനായിട്ടാണ് കണക്കാക്കുന്നത്, എന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവർ പറയുന്ന കാര്യം എന്താണ്? അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പൂവത്താണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി, ഇത് ഇവരെന്താണ് ചെയ്യുന്നത്? അവര് ഈ രൂപത്തിൽ അള്ളാഹ്ക്ക് ഓരോ വിശേഷണങ്ങൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന എന്താണ്? അള്ളാഹു മനുഷ്യന്മാരെ പോലെ ആയി പോകുന്നുള്ളതാണ്. അവരുടെ നല്ല ഉദ്ദേശമാണ്. പക്ഷേ അവരെ കൊണ്ടെത്തിച്ചത് അവസാനം നിരീശ്വരവാദത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. റാസിയുടെ തഫ്സീർ തന്നെ ഉണ്ട്. ഉലമാക്കൾ ചില ആളുകൾ പറഞ്ഞതായി കാണാം, നിരീശ്വരവാദത്തിന് വരെ എന്തുണ്ട്? അതിൽ തെളിവുണ്ട് എന്നുള്ളതാണ്. അതിൽ തെളിവുണ്ട് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, അവര് പറയാണ് യദ് എന്ന് പറഞ്ഞ കൂവത്താണ് എന്നുള്ളത്. ഇത് ആര് പഠിപ്പിച്ചു കൊടുത്തതാണ്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് യദുണ്ട്. പക്ഷേ ഒരൊറ്റ ആയത്ത് നമ്മൾ ഓരോ ആളുകളും ഹിഫ്ളാക്കിയാൽ ഈ ഒരു പരിഭ്രാന്തിയിൽ നിന്ന്, അഥവാ അള്ളാഹ് നമ്മളെ പോലെ ആയി പോവും അല്ലെങ്കിൽ സൃഷ്ടിയെ പോലെ ആയി പോകും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഊരി പറിച്ചെടുത്ത് കളയാൻ പറ്റുന്ന ഒരൊറ്റ ആയത്ത് നമ്മൾ ഹിഫ്ളാക്കിയാണ്. ഏതാണ് ആയത്ത്? ലൈസ കമിസ്ലിഹി ശൈഅ വഹുവ സമീഉൽ ബസീർ. ഈ ഒരൊറ്റ ആയത്ത് നമ്മൾ മനസ്സിലാക്കിയോ? എന്താണത്? അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല, ഒരാളും തന്നെയില്ല. അള്ളാഹുവിനെ പോലെ ഒരാളും തന്നെയില്ല. പക്ഷേ വഹുവ സമീഉൽ ബസീർ. അതിന് തൊട്ടുടനെ തന്നെ എന്ത് ചെയ്യാണ്? രണ്ട് സിഫത്ത് പറയാണ്. ഇത് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ എന്ത് ചെയ്യും? ഈ അശ്അരി മദ്ഹബ്
നാട്ടിൽ വ്യാപിച്ച സമയമായിരുന്നു പണ്ട് കാലം. അതുകൊണ്ടാണ് ഉസ്മാൻ സാഹിബ്, അദ്ദേഹം ആദ്യം എന്തായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. അദ്ദേഹം ഓരോ അങ്ങാടികളിൽ പോയിട്ട് എന്ത് ചെയ്യും, ഒരു തലവരക്കും കാലുവരക്കും കൈവരക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ ഓരോ ആളുകളോട് ചോദിക്കും, അദ്ദേഹം നിരീശ്വരവാദിയാണ്, നിങ്ങൾ അള്ളാഹ്ക്ക് തലയുണ്ടോ എന്ന് ചോദിക്കും. അയ്യോ ഡോക്ടർ ഉസ്മാൻ, അദ്ദേഹം എന്താ പറയും, നിങ്ങൾ അള്ളാഹ്ക്ക് തലയുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഇല്ലാന്ന് പറയും. അപ്പൊ അത് വായിച്ചാണ്. നിങ്ങൾ അള്ളാഹ്ക്ക് കൈയുണ്ടോ? ഇല്ല. അങ്ങനെ ഓരോന്ന് വായിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കണ്ടില്ലേ, ഇതിന്റെയാണ് ഞാനും വിശ്വസിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നത്, ഒന്നുമില്ല. ആലോചിച്ച് നോക്കും സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിനെ എത്തിച്ച അവസ്ഥയാണിത്. ഇത് മുൻകാലത്ത് നടന്ന സംഭവമാണ്. പിന്നീട് അത് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. റഹിമഹുല്ലാഹ് ഉസ്മാൻ സാഹിബ്, ഡോക്ടർ ഉസ്മാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഇവർ ഈ രൂപത്തിൽ എന്ത് ചെയ്തു, നമ്മൾ എന്തെങ്കിലും അള്ളാഹ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുപോലെ ആയി പോകും, സൃഷ്ടികളെ പോലെ. നമ്മൾ ആലോചിച്ച് നോക്കാം, ഇപ്പോ മനുഷ്യന്മാരുടെ മുഖം പോലെയാണോ ഒരു പൂച്ചയുടെ മുഖം? ഒരിക്കലും അല്ല. അതുപോലെ തന്നെ ഒരു പട്ടിയുടെ മുഖം അല്ല. സൃഷ്ടികളിൽ തന്നെ എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിയെ പോലെ ആവുക? എളുപ്പമുള്ള കാര്യമാണ്. അവർ ചെന്നെത്തിയത് വലിയ പിഴവിലേക്കാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ സലഫിയത്ത് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. എളുപ്പമാണ്. ഏത് വിഷയത്തിലും ഹൃദയത്തിന് മനസമാധാനം ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ദീൻ റസൂലും സഹാബത്തും താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങളും എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വല്ലാഹി സുമ്മ തല്ലാഹി സുമ്മ ബില്ലാഹ് നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിലെ സ്വർഗ്ഗത്തിലായിരിക്കും. നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാകുന്ന അഖീദപരമായ ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തായിരിക്കും? അത് സ്വീകരിച്ചതിന്റെ പേരിലുള്ള പ്രയാസമായിരിക്കും. അത് അനുഭവിക്കുക എന്നുള്ളത് അതിലും മനോഹരമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, മാ യസ്നഉ ബി അഅദാഇ, ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ജന്നതി വ ബുസ്താനി ഫി സദ്രി, എന്റെ സ്വർഗവും എന്റെ പൂന്തോട്ടവും, സ്വർഗത്തിന്റെ പൂന്തോട്ടം ഒക്കെ എവിടെയുള്ളത്? എന്റെ ഹൃദയത്തിലാണ്. അവരെന്റെ അവയവങ്ങൾ മുറിച്ചു കളഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. എന്റെ സ്വർഗവും എന്റെ ആസ്വാദനവും ഒക്കെ എവിടെയുള്ളത്? സ്വർഗത്തിലാണ്, കൽബിലാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പൊ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അഹാദായത് ഇവരെന്ത് ചെയ്യില്ല, തെളിവല്ല എന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് ആരെങ്കിലും നമ്മുടെ അടുത്ത് അഹാദ് തെളിവല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മറുപടി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചത് 10 ആളെ കൂട്ടിയില്ല. എത്ര ആളെ കൂട്ടിയില്ല? ഒരാളെ. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അർ-റിസാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊടുത്തതാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, പല സഹാബിമാരെയും യുദ്ധം നടക്കാനുള്ള കാരണം എന്താണ്? ഒരു സഹാബി ഇസ്ലാം പറയാൻ വേണ്ടി റോമിലേക്ക് പോവുകയാണ്. ആ വഴിയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്ത, കൊലപ്പെടുത്തിയതാണ്. അതിന് പകരം ചോദിക്കാനാണ് എന്ത് ചെയ്തത്, ഈ യുദ്ധം നടക്കുന്നത്. പറഞ്ഞു വന്നത്, എന്നിട്ട് റസൂൽ എന്താണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്? ഇന്നക തഅതി അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, മുആദേ നീ പോകുന്നത് ഏത് ഖൗമിന്റെ അടുക്കലേക്കാണ്? അഹ്ലുൽ കിതാബിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെ അടുക്കലേക്കാണ്. ഇന്നക, അല്ലെങ്കിൽ നീ ഒന്നാമതായി ക്ഷണിക്കേണ്ടത് ഏതിലേക്കാണ്? അയ്യുഹിദുല്ലാഹ്, തൗഹീദിലേക്കാണ്. തൗഹീദ് അഖീദല്ലേ? അപ്പൊ ഇവരുടെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ സഹോദരൻ, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട എന്താണ്? തെളിവുകളാണ്. നമ്മുടെ അടുക്കൽ ഉണ്ടാകേണ്ട ആയുധം എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ അത്രേ ഉള്ളൂ. റസൂലൊന്നും എന്ത് പറഞ്ഞിട്ടില്ല ഒരിക്കലും. ഈ 72 വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഠിനമായ ആളുകളാണ്. അവരുടെ അടുക്കൽ അങ്ങനൊന്നല്ല. ഖുർആനും സുന്നത്ത് നമ്മുടെ അടുക്കൽ ഉണ്ടെങ്കിൽ എന്താണ്, ഇവരെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ അടിത്തറ നമുക്ക് പൊളിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? ഈ ഒരു സംഭവമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സമയം ചുരുങ്ങിയത് കൊണ്ട് നമുക്ക് അടുത്ത ഒരു വിഭാഗത്തിലേക്ക് കടക്കാം. ഏതാണത്? തബ്ലീഗ് ജമാഅത്ത്. ഏതാണ്? നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന തബ്ലീഗ് ജമാഅത്ത് അല്ലെ? ചില ആളുകളെങ്കിലും അവരുടെ വേഷവിധാനം കണ്ട് പറയുന്നതായി കേൾക്കാൻ സാധിക്കും. അവരാണ് സത്യത്തിന്റെ ആളുകൾ. എത്രത്തോളം ചില ആളുകൾ പറയുന്നുണ്ട് സഹാബിമാർ ജീവിച്ചത് പോലെയാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ ചില ആളുകളെങ്കിലും അവരുടെ പുറമോടി കൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും. എന്താണ് സഹോദരങ്ങളെ ഇവരുടെ വിശ്വാസം? ഈ പറഞ്ഞ അതേ വിശ്വാസമാണ്. അശാരിയാണ് അവർ. അവരുടെ അഖീദ അശാരിയാണ്. അതുകൊണ്ടാണ് ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഹഉലായി സൂഫിയത്തുൽ അസർ, നമ്മുടെ ഈ കാലഘട്ടത്തിലെ സൂഫികളാണ് ആര്? തബ്ലീഗ് ജമാഅത്ത് എന്ന് ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പൊ ഒരു മാഹിക്കാരൻ മുഫ്തി എന്നാണ് പറയുന്നത്. മുഫ്തിനാണ്.
ഫിത്ന ഉണ്ടാക്കലാണ് യഥാർത്ഥ ഉദ്ദേശം. എത്ര കളവുകളാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കാൻ അത്ഭുതപ്പെട്ടു പോവാണ്. വന്നിരുന്ന് ഇങ്ങനെ പറയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞില്ല മറ്റേ ഹദീസാണ് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ദീനെ കുറിച്ച് സംസാരിക്കുന്ന ആരാണ്? ഒരു വിവരമില്ലാത്ത ആളുകൾ എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ നമുക്കൊരു സദസ്സ് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇങ്ങനെ കളവുകൾ ഇങ്ങനെ പറയാൻ സാധിക്കുക. വന്നിരുന്ന് ഇങ്ങനെ പറയണം കളവുകൾ കളവുകൾ കളവുകൾ. അവർക്ക് മറുപടി പറയാനിരുന്ന് കഴിഞ്ഞാൽ തീരൂല. അത്രയും കളവുകളൊക്കെ ചെറിയ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് പറയുന്നതിന് എന്തേ തെളിവുണ്ടോ? ആയത്തിട്ട ഹദീസിട്ട എത്രത്തോളം. എന്നിട്ട് ഇവരൊക്കെ പറയുന്നതായി കാണാം ഈ ശിർക്കിയാത്തുകളുള്ള വരികൾ പലതും അത് ഓതുന്നതിൽ അത് ഓതിയാൽ എന്താണ് തെറ്റ്. ഇവര് ഷെയ്ഖ് സക്കരിയ സലാഹി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇസ്തിഹിട്ട ഖുറാഫികളാണ്. നിങ്ങൾ അവരുടെ അഖീദ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഖുറാഫികളുടെ മറ്റൊരു എന്താ പറയാ ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്ന് പറയുന്നത് പോലെ ആ രൂപത്തിൽ കാണാൻ സാധിക്കും ഇവരുടെ പലതും. മാത്രമല്ല ഇവർക്കും പല ത്വരീഖത്തുകളിലും വിശ്വാസമുണ്ട്. ഷാദുൽ ത്വരീഖത്ത്, നക്ഷബന്ദിയ ത്വരീഖത്ത്, ഇതൊക്കെ തബ്ലീഗുകാർക്കുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇവരെ പറ്റി അജ്ഞരാകാൻ പാടില്ല. കാരണം നമ്മുടെ നാട്ടിൽ ധാരാളമായി കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എന്തല്ല നമ്മൾ ഏതെങ്കിലും ഒരാളോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നത്. അള്ളാഹ് റസൂൽ പറഞ്ഞ ആലോചിച്ചാൽ മതി, 72 വിഭാഗമാകും എന്ന് അള്ളാഹ് റസൂലാണ് പറഞ്ഞത്. നമ്മൾ അവരെ പറ്റി പഠിക്കണ്ടേ? അവരെ പറ്റി പഠിക്കണം. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റി പറയുന്നതായി കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞതായി നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്താണത്? സഹാബിമാർ റസൂലിനോട് എന്താണ് ചോദിക്കാറുള്ളത്? നന്മയെ പറ്റിയാണ്. ധാരാളമായി നന്മയെ പറ്റി ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ എന്താണ് ചോദിക്കാറുള്ളത് റസൂലിനോട്? തിന്മയെ പറ്റിയാണ്. എന്തുകൊണ്ടാണത്? അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി എന്ന നിലക്ക് പറയുന്നതാണ്. അല്ലാതെ വല്ലാഹി നമുക്ക് ഒരാളോട് വ്യക്തിപരമായ എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അള്ളാന്റെ ദീന്റെ പേരിലുള്ള ദേഷ്യം എന്നല്ലാതെ നമുക്ക് ഒരാൾക്കും ഇല്ല. കാരണം സഹോദരങ്ങൾ, ഇത് പറയുന്നത് തന്നെ നസീഹത്തിന്റെ ബാബിലാണ്. വല്ലാഹി ഒരാൾ നരകത്തിലേക്ക് പോകാൻ പാടില്ല എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഉദ്ദേശമേ ഉള്ളൂ. അതല്ലാണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇറച്ചിന് വരുമ്പോ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, നാളെ മുതൽ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പള്ളി കയറണം, ഇങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ആർക്കും ഏത് സമയത്ത് ഇവിടെ വരാൻ അല്ലാഹ് ഇബാദത്ത് ചെയ്യാൻ പോവാം. ഇതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓരോ ആളുകളും അല്ലാഹുവിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അവന് ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രയാസം അവന് നീക്കപ്പെടും. ആ ഒരൊറ്റ ഉദ്ദേശം മാത്രം. വല്ലാഹി അതേ ഉള്ളൂ. ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. എത്ര എത്ര ശിർക്കിയാത്തുകൾ അവർ തബ്ലീഗുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിദ്അത്തുകൾ. അവരുടെ പ്രധാന ഗ്രന്ഥാണ് ഇത് തബ്ലീഗി നിസാബ്. അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവില്ല. ഏതാ? ഫളായിലുൽ അഅമാൽ. അത് ഇപ്പൊ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതിൽ സഹോദരങ്ങളെ അതാരാണ് രചിച്ചത്? സക്കരിയ അൽ കാന്തലവി. സക്കരിയ അൽ കാന്തലവി. അതിൽ എത്ര എത്ര ഖുറാഫത്തുകളുണ്ട്. ആരുമാണ്ട് ആ കിതാബൊന്നും പോയി മലയാളത്തിലെ പരിഭാഷ ഉണ്ട്, അതൊന്നും എടുത്ത് മറച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അതിലുള്ള ഖുറാഫത്തുകൾ കാണാൻ സാധിക്കും. അത്രയുണ്ട്, അത്രയേറെ ഉണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം ലോകം നിയന്ത്രിക്കുന്നതിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ട് എന്നത് വരെ ആ കിതാബിൽ കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പറയാണ് ഇവരാണ് സഹാബിമാരെ പോലെ ജീവിക്കുന്ന ആളുകൾ. അഥവാ ലോകം നിയന്ത്രിക്കുന്നതിൽ മറ്റുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്നതുവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ ഇവരുടെ നേതാവായി അറിയപ്പെടുന്ന ആളാണ് അബുൽ ഹസൻ അലി അൻ-നദ്വി എന്നയാൾ. ഇദ്ദേഹത്തിന്റെ ഉസ്താദ് ആരാണ്? സലഫിയായ തഖിയുദ്ദീൻ അൽ ഹിലാലിയാണ്. തഖിയുദ്ദീൻ അൽ ഹിലാലി. ഇദ്ദേഹം തന്നെ ഇവരുടെ പിഴവുകൾ അഥവാ ശിഷ്യന്റെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കണം, ഇവർക്കുണ്ടായ പിഴവുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും എന്റെ വക ഞാൻ പറയുന്നതല്ല. എന്ത് ചെയ്യാ? ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം? നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. പറഞ്ഞതുപോലെ സമയം വളരെ ചുരുങ്ങിയത് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ഇൻഷാ അല്ലാഹ് ഒരു വിഭാഗത്തിന് കൂടെ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. എന്താണത്? ജമാഅത്തെ ഇസ്ലാമി. ഇത് ഇവരുടെ 3 പേരുടെയും പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ കൂടുതലായി അല്ലെങ്കിൽ താരതമ്യേന കുറച്ച് കൂടുതലായിട്ടുള്ളത് ആരാണ്? ഈ 3 വിഭാഗമാണ്. അവസ്ഥ, തബ്ലീഗ്, ജമാഅത്തെ ഇസ്ലാമി. ഇവരെ സംബന്ധിച്ച് അഖീദ തന്നെ ചർച്ചയില്ല. ശരിക്ക് അഖീദ എന്തില്ല? ചർച്ചയില്ല. ഇവരുടെ അടിസ്ഥാനം എന്താണ്? ഒന്നിക്ക് ഭരണം, മുസ്ലിം ഭരണം കൊണ്ടുവരണം. അതാണ് ഇവർക്കുള്ള യഥാർത്ഥ ഉദ്ദേശം. അവർ പറയുന്നത് എന്താണ്? റസൂലുമാരെ നിയോഗിച്ചത് ഭരണം കൊണ്ടുവരാനാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു പറയാണ്, അല്ലാഹു പറഞ്ഞ കാര്യമാണത്. എല്ലാ ഉമ്മത്തിലേക്കും നബിമാരെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? അൻ യഅ്ബുദുല്ലാഹ, അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് താഗൂത്ത്,
ദുർമൂർത്തികളെ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. റസൂല് കടന്നു വന്ന മക്കക്കാർ, റസൂല് വന്ന ആ സമുദായം എന്തായിരുന്നു? വ്യഭിചാരം, കള്ളുകുടി, മോഷണം, എല്ലാ തിന്മകളുണ്ട്. അതിൽ ഏറ്റവും വലിയ തിന്മ ഏതായിരുന്നു? ശിർക്കാണ്, തയ്യിബ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് ഒന്നാമതായി വിലക്കാൻ പറഞ്ഞ കാര്യം എന്താണ്? കള്ളുടി നിർത്താൻ. കള്ളുടിയൊക്കെ എപ്പോഴാണ് നിർത്തുന്നത്? അത് ഏത് രൂപത്തിലാണ് നിർത്തിയത്? ആദ്യം തന്നെ ഒറ്റയടിക്കാനല്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ആദ്യം പറഞ്ഞത് കള്ളിൽ ചില മോശമായ വശങ്ങളുണ്ട്, നിങ്ങളത് ഒഴിവാക്കലാണ് ഉത്തമം എന്ന രൂപത്തിലാണ്. അത് കേട്ടപ്പോൾ ചില സാഹിബാരെന്ത് ചെയ്തു? ഉത്തമം അതല്ലേ എന്ന് പറഞ്ഞത് ഒഴിവാക്കി. മറ്റു ചില സാഹിബാരെന്ത് ചെയ്തു? അതിൽ തന്നെ തുടർന്നു. പിന്നീട് അള്ളാഹ് പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ നിസ്കാരത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? കള്ളുടിക്കാൻ പാടില്ല. അപ്പൊ നിസ്കാരത്തിൽ വരുമ്പോൾ മാത്രം കള്ളുടിച്ചില്ല. പിന്നെയാണ് ആയത്തിറങ്ങുന്നത്, നിങ്ങൾ മുഴുവനായിട്ട് എന്ത് ചെയ്യണം? കള്ളൊഴിവാക്കണം. പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ച കാര്യം എന്താണ്? അവരോട് തൗഹീദ് പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ വിഷയം എന്താണ്? തൗഹീദ് ചർച്ചയില്ല. ഇവരുടേത് എന്താണ്? ഭരണം. അതുപോലെ തന്നെ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ്. ഇവരുടെ യഥാർത്ഥ അടിസ്ഥാനം എന്താണ്? നമ്മുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിയുടേത് ഇഖ്വാനുൽ മുസ്ലിമൂനാണ്. ഇഖ്വാനുൽ മുസ്ലിമൂനാണ്. ഇവരുടെ പല പരിപാടികളിലും പങ്കെടുക്കുന്നത് ഈ പറഞ്ഞ സംഘടനയിലെ നേതാക്കന്മാരാണ്, ഇഖ്വാനുൽ മുസ്ലിമൂനിലെ. ആരാണ് ഇതിന്റെ സ്ഥാപകൻ? അഹ്മദ് അസ്സുക്കരി. ആരാണ്? അഹ്മദ് അസ്സുക്കരി. അവരുടെ നായിബോ ഹസനുൽ ബന്ന. ആരാണ്? ഹസനുൽ ബന്ന. ഇവരാണ് 100 വർഷം മുമ്പ്, ഏകദേശം 100 വർഷം മുമ്പ് ഈ സംഘടന അഥവാ ഇഖ്വാനുൽ മുസ്ലിമൂൻ സ്ഥാപിക്കുന്നത്. ഹസനുൽ ബന്ന യഥാർത്ഥത്തിൽ ആരായിരുന്നു സഹോദരങ്ങളെ? സൂഫിയായിരുന്നു. ആരാണ്? സൂഫിയായിരുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പിന്നെ അഖീദ ചർച്ചയില്ലാത്തതുകൊണ്ട് അവരിതൊന്നും പറയൂല. അതെന്തായിക്കോട്ടെ, ശാസ്ത്രം നമ്മൾ എടുത്തത് അങ്ങനെയല്ല. അല്ലാഹ് റസൂൽ പറഞ്ഞ കാര്യം നമ്മൾ ഓരോ, അതുകൊണ്ടാണ് മുഖദ്ദിമ എന്നോണം ആ ഹദീസിൽ പറഞ്ഞത്. സൂഫിയായിരുന്നു. ഹസാഫിയ ത്വരീഖത്തിൽ ഞാൻ ബയാസ് ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ തന്നെ പറയുന്നതായി കാണാൻ സാധിക്കും. സഈദ് ഹവ്വ തർബിയത്തുന അർറൂഹിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം. ജമാഅത്ത് അല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആളാണ്. അദ്ദേഹം പറയുന്നതായി കാണാം, ഇന്ന ഇൻദ ജമാഅത്തിൽ ഇഖ്വാനി ഔറാദൻ വ അദ്കാറൻ സൂഫിയ. എന്താണ്? നമ്മുടെ ഇഖ്വാനുൽ മുസ്ലിമീന്റെ അടുക്കൽ ചില എന്തുണ്ട്? അദ്കാറുകളും ഔറാദുകളും ഉണ്ട്. യജ്തമിഊന അലൈഹ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരുമിച്ച് കൂടിക്കൊണ്ട് അതിങ്ങനെ ചൊല്ലാറുണ്ട് എന്ന് ആരാണ് പറയുന്നത്? ഇഖ്വാനുൽ മുസ്ലിമീന്റെ നേതാക്കന്മാർ. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അവർക്ക് അഖീദ എന്തല്ല, പ്രശ്നമേ അല്ല. അവരുടെ യഥാർത്ഥ പ്രശ്നം ഭരണാധികാരികൾ മാത്രമാണ്. നമ്മുടെ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമി ആളുകളോട് ഹസനുൽ ബന്നയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവർക്കൊരാൾക്കൊരു കുഴപ്പമില്ല. എത്രത്തോളം നമ്മുടെ നാട്ടിലുള്ള ഒരാൾ, എന്റെ ഒരു സുഹൃത്തുണ്ട്, അവന്റെ ഉപ്പ എന്താണ്? വലിയ ജമാഅത്ത് ഇസ്ലാമിന്റെ ആളാണ്. അവന്റെ പേര് ഹസനുൽ ബന്ന എന്നാണ്. അത്രത്തോളം അവർക്ക് എന്താണ്? സ്നേഹാണ് ഇയാളോട്. ഇയാളുടെ യഥാർത്ഥ രൂപം എന്താണ്? സൂഫിയായിരുന്നു സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മൾ കേട്ടു നോക്കണം. എന്താണത്? ഈ ഹസനുൽ ബന്ന ചില മൗലിദ് സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് അയാൾ പാടാറുള്ള കാര്യമാണ്. എന്താണ്? ഹാദൻ നബിയു അൽ അഹ്ബാബ ഖദ് ഹളറ. എന്താണ്? ഈ മജ്ലിസിൽ ആര് ഹാജരായിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജരായിട്ടുണ്ട്. ഒന്നാമത്തെ ഖുറാൻ. രണ്ടാമത്തെ നോക്കിക്കോളൂ, വസാമഹൽ കുല്ല ഫീമാ വലാ വജറ. ആ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പങ്കെടുത്ത ആളുകൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും. ഇതിനെക്കാട്ടും വലിയ ചെറുക്കെന്താണുള്ളത്? ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഇവർ പുണ്യ പുരുഷന്മാരായി കൊണ്ടു നടക്കുന്ന ആളുകളുടെ വിശ്വാസമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരിക്കലും ഞാൻ എന്റെ വക പറഞ്ഞതല്ല. ജാബിർ അർ-റിസ്കി എന്ന് പറയുന്നയാൾ ഹസനുൽ ബന്ന ഫി അഖ്ലാമി തലാമീദിഹി എന്ന് പറയുന്ന കിതാബിൽ രചിച്ച കാര്യമാണ്. അദ്ദേഹത്തിന്റെ തന്നെ, അല്ലെങ്കിൽ അയാളുടെ തന്നെ ഒരു ശിഷ്യൻ എഴുതി വെച്ച കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ വലിയ നേതാവാണ് ആര്? സയ്യിദ് ഖുതുബ്. അല്ലെ? എല്ലാവർക്കും അറിയാം. ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ പുണ്യപുരുഷനാണ് സയ്യിദ് ഖുതുബ്. അയാൾ ദിലാലുൽ ഖുർആൻ, നമുക്കറിയാം, അയാൾക്ക് ഒരു തഫ്സീർ ഉണ്ട്, ദിലാലുൽ ഖുർആൻ. അയാൾ പറയുന്ന കാര്യമാണ് മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം കാഫിരീങ്ങളാണ് എന്നുള്ളത്. ആലോചിച്ച് നോക്ക്, അയാൾ പറഞ്ഞ കാര്യമാണത്. ദിലാലുൽ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം കാഫിരീങ്ങളാണ്. അവർ ജമാഅത്തായി നിസ്കരിച്ചാലും ശരി, മിമ്പറിൽ പ്രസംഗിച്ചാലും ശരി. അദ്ദേഹത്തിന്റെ കൂടെ ജോലി എടുത്ത ആൾ പറയുന്നതായി കേൾക്കാൻ സാധിക്കും. അയാൾ എന്ത് ചെയ്യൂല? പള്ളികൾ പോലും നിസ്കരിക്കാൻ, ജുമുഅക്കും ജമാഅത്തിൽ പോലും ചോദിച്ചാൽ എന്താ പറയാ? അത് മആബീദുൽ ജാഹിലിയ്യ, ജാഹിലിയങ്ങളുടെ ആരാധനാ കേന്ദ്രമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി മോശമായി പറഞ്ഞിട്ടുണ്ട്. ഏതിൽ? അദ്ദേഹത്തിന്റെ
ഫന്നി എന്ന് പറയുന്ന ഒരു കിതാബിൽ, അതിന് മുൻപ് എന്തൊരു വാക്കുകൾ ഞാൻ മറന്നുപോയി, ആ ഒരു കിതാബിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ചീത്ത പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബൂ സുഫിയാനെ പറ്റി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ് അബൂ സുഫിയാൻ? ആരാ? ഭാര്യയുടെ പിതാവാണ് അബൂ സുഫിയാൻ. അദ്ദേഹത്തെ പറ്റി ചീത്ത പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? മാ നഫദൽ ഇസ്ലാം ഇലാ ഖൽബി ദാലിക റജുൽ. അബൂ സുഫിയാനെ കുറിച്ച് പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാം പ്രവേശിച്ചിട്ടില്ല എന്ന് പറയാണ്. സഹാബിമാരെ ചീത്ത പറയാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. മാത്രമല്ല ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് ദിലാൽ ഖുർആനിൽ പറയുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ. എന്താണത്? ആരെങ്കിലും ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണെങ്കിൽ അവൻ ആരാണെന്ന് പറഞ്ഞത്? കാഫിറാണെന്നാണ് പറഞ്ഞത്. പക്ഷെ തക്ഫീർ എന്നുള്ളത് വലിയ വിഷയമാണ്, നമ്മൾ ഓരോ ആളുകൾ കൈകാര്യം ചെയ്യുന്നതല്ല. പറഞ്ഞു വന്നത് ആ വാക്കിന്റെ ഗൗരവമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്, യാതൊരു സംശയമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പല ത്യാഗങ്ങൾ സഹിച്ചത് ഏതിന്റെ പേരിലാണ്? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടി അല്ല എന്ന് പറഞ്ഞതിന്റെ പേരാണ്. എന്താണ് അഹ്ലുസുന്നയുടെ വിശ്വാസം ഖുർആനിൽ? അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. അള്ളാഹിന്റെ സൃഷ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ വിശേഷണമാണ്, കലാമാണെന്ത്? ഖുർആൻ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലെ ധാരാളം, ചുരുങ്ങിയ സമയമായിട്ട് കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് നീണ്ട സമയങ്ങൾ വേണ്ടിവരും ഇവരുടെ ഓരോ പിഴവുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ഈ സലഫിയ യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, അതൊരിക്കലും ചെറിയ കാര്യമല്ല. ഇനി നമുക്ക് ഈ സലഫിയത്ത് കിട്ടി, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഇനി നമ്മുടെ മേൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ, സലഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദീനി പഠനത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദീൻ പഠിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ച ആർക്കും ഉണ്ടാകാൻ പാടില്ല, ഒരു സലഫിക്ക് ഉണ്ടാകാൻ പാടില്ല. സഹാബിമാർ അങ്ങനെയായിരുന്നു. ഇത് ചില ആളുകൾ തെറ്റായി മനസ്സിലാക്കിയ കാര്യമായിരിക്കാം. സഹാബികളുടെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും റുദൂദുകൾ മാത്രമാണെന്നുള്ളത് ഒരിക്കലുമല്ല. സലഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സഫിൽ ഹാജറാകൽ സലഫിയത്താണ്. ജമാഅത്തായി നിസ്കരിക്കൽ സലഫിയത്താണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുമായി ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് സലഫിയത്താണ്. സുന്നത്ത് നോമ്പുകൾ എടുക്കുക എന്നുള്ളത് സലഫിയത്താണ്. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് സലഫിയത്താണ്. കുടുംബ ബന്ധം ചേർക്കൽ സലഫിയത്താണ്. ഈ പറഞ്ഞ അമാലുകളൊക്കെ സലഫിയത്താണ്. അതല്ലാതെ ഇത് മാത്രമല്ല, അത് ദീനാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഇത് മാത്രമാണോ? ഒരിക്കലല്ല. ഇബാദത്തിൽ മുന്നേറണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇബാദത്തുകൾ മുന്നേറേണ്ടതുണ്ട് സഹോദരങ്ങളെ. മുസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറാത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? മുന്നിടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവരുടെയൊക്കെ ഇബാദത്തുകൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദീൻ പഠിക്കണം എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല ആളുകൾക്കും അല്ലാഹു അഅലം ധാരാളം ഇങ്ങനെ ഇതിൽ തന്നെ തുടർന്നത് കൊണ്ടാണോ എന്നറിയില്ല, ആദ്യത്തെ ഒരു ആവേശം കാണാനില്ല. അത് ദീൻ പഠിക്കുന്ന വിഷയത്തിലായാലും അതുപോലെ തന്നെ ഇബാദത്തിന്റെ വിഷയത്തിലായാലും. എന്താണ് കാരണം? അല്ലാഹു അഅലം. നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഒരുപക്ഷേ നമ്മുടെ തിന്മകളായിരിക്കാം. സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ ഇബാദത്തുകൾ കുറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ അവസാനം ഏതവസ്ഥയിലേക്കാകും? ദീൻ തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്കാകും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലേ? ചില ആളുകൾ പറഞ്ഞതായി കാണാം, ഒരു തിന്മ ചെയ്താൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു തിന്മ ചെയ്താൽ അതിന്റെ അനന്തരഫലം ഉണ്ടാകും. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നതാണ്, ഞാൻ തിന്മകൾ ചെയ്യാറുണ്ട്, പക്ഷെ എന്റെ ദീനിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. മറുപടിയായി ചോദിക്കുന്നതാണ്, നീ രാത്രി നിസ്കരിച്ചിട്ട് എത്ര ദിവസമായി? കാലങ്ങളായി. ഇത് മുസീബത്താണ്, ഇത് മുസീബത്താണ്. നീ നോമ്പ് നോറ്റിട്ട് എത്രയായി? കാലങ്ങളായി. മുസീബത്താണിത്. പിന്നീട് എന്താണ് ഇനി ഉണ്ടാവുക? സുന്നത്തുകൾ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വാജിബുകൾ പടരും. പിന്നീട് ഓരോ ജമാഅത്തായി ഇല്ലാതാകും. വീട്ടിൽ നിന്നുള്ള നിസ്കാരമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തെ പറ്റി ആലോചിക്കണം. വീട്ടിൽ നിന്നുള്ള നിസ്കാരമായി കഴിഞ്ഞാൽ പിന്നീട് ആ നിസ്കാരം അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, നിസ്കാരം തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് ശൈത്താന്റെ കുതന്ത്രം പഠിക്കൽ, എവിടെ നിന്നൊക്കെയാണ് അവന്റെ നസറാത്തുകൾ അത് വരുന്നത് എന്ന് പഠിക്കണം. ഇതൊക്കെ സലഫിയത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവിൽ വഞ്ചിതരാകാതിരിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ കാര്യങ്ങൾ ദുനിയാവിൽ പലതും പുതിയതായി വരികയാണ്. പ്രത്യേകിച്ച് യുവാക്കൾ, അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ പോലുള്ള യുവാക്കൾ എന്ത് ചെയ്യാണ്? ദുനിയാവിന്റെ പിന്നാലെയാണ്. ഒരിക്കലും അതല്ല സഹോദരങ്ങളെ യഥാർത്ഥ ആസ്വാദനം.
ഒരിക്കലും അതല്ല. അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഇബാദത്ത് ചെയ്ത് മുന്നേറുന്നതിലാണ് സർവ സമാധാനവും ഉള്ളത്. നമ്മൾ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അതിന്റെ അസറുകൾ അത് അത്രയും വലുതാണ്. നമ്മുടെ മോശം സ്വഭാവം അതിനുള്ള കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആളുകളുമായുള്ള ഇടപെടലുകൾ, ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ തിന്മകളാണ്. സലഫുകൾ ചില ആളുകൾ പറഞ്ഞതായി കാണാം, ഏതൊക്കെ മുസീബത്തുകൾ നമ്മളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്ത തിന്മകൾ കാരണത്താലാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ദീൻ പാലിക്കുന്നതിൽ നമുക്ക് വല്ല പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിൽ ക്ഷമിക്കുക. കുറച്ച് സമയം കൂടി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഒരാൾക്കും അറിയില്ല എപ്പോഴാണ് നമ്മുടെ ആയുസ് വന്നിട്ട് എന്നുള്ളത്. ഒരാൾക്കും അറിയില്ല എന്താണ് നാളെ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഒരാൾക്കും അറിയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് നമ്മൾ മരണപ്പെടുക എന്നുള്ളത്. ഒരാൾക്കും അറിയില്ല. നമ്മളിനി തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹമ്മാദ് ആരെ പോലെയാണോ? ഹമ്മാദ് ബിൻ സലമയെ പോലെയാകാം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഹമ്മാദ് ബിൻ സലമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഇതാ ഹമ്മാദെ, നീ തൊട്ടടുത്ത നിമിഷം മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇബാദത്തിൽ നിന്നൊന്നും കൂട്ടാനില്ല എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്. നമ്മളാണെങ്കിൽ നമ്മോട് പറയണം ഇതാ 5 മിനിറ്റ് കൂടി സമയമുള്ളൂ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു തീർക്കാണ്ടാവും. ഹമ്മാദ് ബിൻ സലമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഇതാ നീ മരണപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാനൊന്നും ഉണ്ടാവില്ല. അഥവാ നോമ്പുകാരനായിരിക്കും, രാത്രി നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ വെറുതെ കഴിഞ്ഞിട്ടുണ്ട്, അദ്കാറിലാണ്, അതുപോലെ തന്നെ ആളുകൾക്ക് നന്മ ചെയ്യുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് സഹോദരൻ, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ദുആയാണ്. അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുക. ധാരാളമായി ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവേ നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ, അതുപോലെ തന്നെ ആളുകൾക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണമേ, കുടുംബങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറാനുള്ള തൗഫീഖ് നൽകണേ. നിന്റെ ഇബാദത്ത് അല്ലേ, മുആദ് റളിയല്ലാഹു അൻഹു റസൂൽ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അഇനി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അള്ളാഹു നിന്നെ ഇബാദത്ത് ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് ആരോടാ പറയുന്നത്? മുആദ് റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞു വന്ന കാര്യം, ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അലംഭാവം കാണിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സലഫിയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മരണപ്പെടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലാ വഅലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. വജസാകുമുല്ലാഹു ഖൈറാ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.